ഒരു വലിയ ദുരന്തത്തിൽ നിന്ന് കരകയറാൻ പുനരധിവാസം ഏറ്റവും മികച്ച നിലയിൽ ഉറപ്പാക്കാൻ ഇച്ഛാശക്തിയോടുകൂടി ഒരു നാടും സർക്കാരും മുന്നോട്ടു പോകുന്ന കാഴ്ചകളാണ് വയനാട്ടിൽ നിന്ന് ഓരോ നിമിഷവും വന്നുകൊണ്ടിരിക്കുന്നത്. 8-ാം ദിവസവും തെരച്ചിൽ അതിൻ്റെ സമഗ്രതയിൽ തന്നെ മുന്നോട്ട് പോയി. ഇതുവരെ കടന്നു ചെല്ലാത്ത പ്രദേശങ്ങളിൽ വരെ തെരച്ചിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതാണ് നമ്മളിന്ന് കണ്ടത്. അതിനുവേണ്ടി എയർലിഫ്റ്റ് സംവിധാനമൊക്കെ സൂചിപ്പാറ വെള്ളച്ചാട്ടത്തിലും പരിസര പ്രദേശങ്ങളിലും എല്ലാം നമ്മൾ കാണുകയുണ്ടായി. ആ നിലയിൽ അത് മുന്നോട്ട് പോകുന്നു. ഇന്ന് വന്ന വിവരങ്ങളനുസരിച്ച് ചിലപ്പോൾ മൃതദേഹങ്ങളൊക്കെ കടലിലേക്ക് ഒഴുകിപ്പോയിട്ടുണ്ടാകാം എന്ന നിഗമനത്തിൽ കൂടിയുള്ള തെരച്ചിലുകൾ മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതുപോലെ സൺറൈസ് വാലിയിലൊക്കെ ഇന്ന് നടത്തിയ തെരച്ചിൽ അത് വളരെ പ്രധാനപ്പെട്ടതാണ്. സൈന്യത്തിൻ്റെ കൂടി നിഗമനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇനിയുള്ള തെരച്ചിലിനെ സംബന്ധിച്ചുള്ള പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എല്ലാം മുന്നോട്ട് കൊണ്ടുപോകും. അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട നിലയിൽ സർക്കാർ വൈകിട്ടത്തെ വാർത്താ സമ്മേളനത്തിൽ മുഖ്യമന്ത്രിയും അതിനുശേഷം വയനാട്ടിൽ മന്ത്രിതല ഉപസമിതി അംഗങ്ങൾ, അതിപ്പോൾ റവന്യൂ മന്ത്രി കെ രാജൻ, അതിനുശേഷം അതുപോലെ തന്നെ പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസും വനമന്ത്രി എ കെ ശശീന്ദ്രനുമൊക്കെ സംസാരിച്ചപ്പോൾ പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട കാര്യമുണ്ട്. പുനരധിവാസം. മുഖ്യമന്ത്രി അതിൽ പറഞ്ഞത് ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ലോകോത്തര നിലവാരമുള്ള പുനരധിവാസം ഉറപ്പാക്കും. അതാ ദുരന്തബാധിതരായ ആളുകളുടെ മനസ്സുകൂടി കേട്ടുകൊണ്ട് അവർക്ക് ഏറ്റവും മികച്ച പുനരധിവാസം അവിടെ ഉറപ്പാക്കും. ടൗൺഷിപ്പ് പദ്ധതികൾ, സർക്കാർ പദ്ധതികളുണ്ടാകും, സർക്കാർ നിയന്ത്രണത്തിലാകും അവയെല്ലാം ഉണ്ടാവുക. അതുമായി ബന്ധപ്പെട്ട് എല്ലാവർക്കും സഹകരിക്കാം. അതുപോലെ തന്നെ CMDRF വലിയ തോതിലുള്ള വലിയ പിന്തുണയാണ് അതിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. കോടിക്കണക്കിന് രൂപയുടെ വലിയ സഹായ ഹസ്തം എത്തുന്നുണ്ട്. വലിയ നിലയ്ക്ക് ഈ CMDRFിനെതിരായിട്ടുള്ള ചില പ്രചാരണങ്ങളൊക്കെ നടക്കുമ്പോഴാണ് വലിയ പിന്തുണ ലോകമെമ്പാടും നിന്നും മലയാളികളും അല്ലാത്തവരുമായ ആളുകളിൽ നിന്നൊക്കെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും ഒക്കെ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇതൊക്കെ ചെയ്യുമ്പോഴും കേരളം എന്ന ഈ സംസ്ഥാനത്തിന് ഈ പറഞ്ഞ ദുരന്ത നിവാരണത്തിൻ്റെ അല്ലെങ്കിൽ ഈ പറഞ്ഞ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളുടെ രക്ഷാപ്രവർത്തനത്തിൻ്റെ തെരച്ചിലിൻ്റെ പുനരധിവാസത്തിൻ്റെ ഒക്കെ മേഖലകളിൽ മികവോടെ രാജ്യത്തെ മറ്റ് സംസ്ഥാനങ്ങൾക്കടക്കം മാതൃകാപരമായി തീരുന്ന നടപടികൾ ചെയ്യുമ്പോഴും ദുരാരോപണങ്ങളെ ചെറുക്കേണ്ടതായി വരുന്നു എന്നുള്ളതാണ്. അത് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നാകുമ്പോൾ അതിനെതിരായ തുറന്നുകാട്ടലുകൾക്ക് സംസ്ഥാനം കൂടുതൽ നിർബന്ധിതമാകുന്നു. സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി തന്നെ ഇന്നും അത് സൂചിപ്പിച്ചു. കേന്ദ്രമന്ത്രി ഭൂപേന്ദ്ര യാദവിൻ്റെ ദുരാരോപണങ്ങൾ, ഈ ദുരന്തവുമായി ബന്ധപ്പെട്ട വയനാടിനെ തന്നെ ഇകഴ്ത്തിക്കാട്ടും വിധമുള്ള ദുരാരോപണങ്ങൾ ഉന്നയിച്ചപ്പോൾ അതിനെ വിമർശിച്ചുകൊണ്ടും വിശദീകരിച്ചുകൊണ്ടും അതിനെതിരായ കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയും മുഖ്യമന്ത്രി ഇന്ന് വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുക നമ്മൾ കണ്ടതാണ്. അതുപോലെ തന്നെ വളരെ ഗുരുതരമായ, വളരെ ഗൗരവമുള്ള ഒരു വെളിപ്പെടുത്തൽ ഇന്ന് ദേശീയ മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നു എന്നതുകൂടി നമ്മൾ കാണേണ്ടതുണ്ട്. അതായത് വയനാട് ദുരന്തം അടക്കമുള്ള പശ്ചാത്തലത്തിൽ അത് കേരളം ഭരിക്കുന്ന പിണറായി സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള പ്രശ്നങ്ങൾ കൊണ്ടാണ് ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുന്നത് എന്ന നിലയിൽ ഒരു വലിയ പ്രചാരണം നടത്താൻ വളരെ ആസൂത്രിതമായി കേന്ദ്ര സർക്കാരിൻ്റെയും അതുപോലെ പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെയും ഭാഗത്തു നിന്ന് രാജ്യത്തെ ശാസ്ത്രജ്ഞന്മാരെയും മാധ്യമപ്രവർത്തകരെയും ഗവേഷകരെയും സമീപിച്ചതായും അവരെല്ലാം തന്നെ പലരും അത് ആ ക്ഷണം അല്ലെങ്കിൽ അതിനുവേണ്ടി ഈ കേരള സർക്കാരിന് എതിരായി എഴുതാൻ വന്നത് ഒക്കെ അത്തരം ക്ഷണം, അത്തരം വിളികൾ വന്നു എന്നവരിൽ പലരും സ്ഥിരീകരിക്കുന്നു. ആ ശാസ്ത്രജ്ഞരാകട്ടെ പലരും ആ ക്ഷണം നിരസിച്ചു. കാരണം അത് ശാസ്ത്ര ലോകം പോലും അംഗീകരിക്കാത്ത നിലയിലുള്ള ഒരു നീക്കം മാത്രമാണ്. അത്തരം നിഴൽയുദ്ധമല്ല ഇക്കാര്യത്തിൽ വേണ്ടത് എന്ന് കേന്ദ്ര സർക്കാരിനോടും പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയോടും ഇവരൊക്കെ പറയുന്ന, ഈ വിദഗ്ധർ പറയുന്ന നിലയുണ്ടായി എന്നാണ് വളരെ പ്രധാനപ്പെട്ട ഒരു വെളിപ്പെടുത്തൽ ഇന്ന് വന്നിട്ടുള്ള. ഒരു സംസ്ഥാനത്തിന് നേരെ അത്ര നീചമായ പ്രചാരണം നടത്താൻ ഒരു രാജ്യം ഭരിക്കുന്ന സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നു എന്ന വെളിപ്പെടുത്തലാണ് ന്യൂസ് മിനിറ്റ് എന്ന വളരെ പ്രധാനപ്പെട്ട ഓൺലൈൻ പ്ലാറ്റ്ഫോം വെളിപ്പെടുത്തിയിട്ടുള്ളത് എന്നതുകൂടിയുണ്ട്. അപ്പോൾ ഇതടങ്ങുന്ന നിരവധിയായ വിഷയങ്ങളും പ്രശ്നങ്ങളും ഒക്കെ തന്നെ പരിശോധിച്ച് മുന്നോട്ട് പോകേണ്ടതുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട പ്രതികരണങ്ങളാണ് കൂടുതലായും പ്രതീക്ഷിക്കുന്നതും. ആദ്യം ഞാൻ ഈ സൂചിപ്പിച്ചതുപോലെ ന്യൂസ് മിനിറ്റാണ് അവരുടെ ഈ ആഴ്ചയിലെ പവർ ട്രിപ്പ് എന്ന പൊളിറ്റിക്കൽ ന്യൂസ് ലെറ്ററിലൂടെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എക്സ്ക്ലൂസീവ് വാർത്ത അവരിന്ന് പുറത്തു കൊണ്ടുവന്നിട്ടുള്ളത്. ഈ വിധം കേരളത്തിനെതിരായി എഴുതാൻ, കേരളത്തിലെ സർക്കാരിനെതിരെ എഴുതാൻ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ ഭാഗത്ത് നിന്ന് നടത്തിയിട്ടുള്ള നീക്കങ്ങളെ ആണ് അവർ ഈ പവർ ട്രിപ്പ് എന്ന് പറയുന്ന പൊളിറ്റിക്കൽ ന്യൂസ് ലെറ്ററിലൂടെ ന്യൂസ് മിനിറ്റ് തുറന്നു കാട്ടുന്നത്. വളരെ എക്സ്ക്ലൂസീവായ ഒരു വാർത്ത. അത് ആ നിലയിൽ തന്നെ അതിനെതിരെ വളരെ ശക്തമായ പ്രതികരണങ്ങൾ, വളരെ വലിയ അപലപനീയമായ നിലയിലുള്ള സമീപനം എന്ന നിലയിൽ അതിനെ വിമർശിച്ചുകൊണ്ടൊക്കെയുള്ള പ്രതികരണങ്ങൾ പല കോണിൽ നിന്ന് ഉയരുകയും ചെയ്യുന്നു. അതുതന്നെ ആദ്യം പരിശോധിച്ചുകൊണ്ട് പോകാം. ചലച്ചിത്ര സംവിധായകൻ നിഷാദ് നമ്മൾക്കൊപ്പം കൊച്ചി സ്റ്റുഡിയോയിൽ നിന്ന് ചേരുന്നുണ്ട്.
ലൈനിലുണ്ട്. അതേസമയം തന്നെ ഇപ്പോൾ ടെലിഫോൺ ലൈനിലുള്ളത് ന്യൂസ് മിനിറ്റിലെ മാധ്യമപ്രവർത്തകൻ നിതീഷാണ്. നിതീഷ് MK. നിതീഷ്, ഗുഡ് ഈവനിങ്. ഈ വിഷയത്തിൽ വളരെ ഷോക്കിംഗ് ആയ ഒരു, കേരളത്തെ സംബന്ധിച്ച് അങ്ങേയറ്റം ഷോക്കിംഗ് ആയ ഒരു വിവരമാണ് നിങ്ങളിന്ന് ഈ പറഞ്ഞ പവർ ട്രിപ്പ് എന്ന പൊളിറ്റിക്കൽ ന്യൂസ് ലെറ്ററിലൂടെ പുറത്തു കൊണ്ടുവന്നിട്ടുള്ളത്. ഇങ്ങനെ എഴുതാൻ നിങ്ങൾക്ക് മുൻപിലേക്ക് വന്ന ബോധ്യങ്ങൾ എന്താണ് എന്നുള്ളതാണ് എനിക്ക് അതുമായി ബന്ധപ്പെട്ട് ആദ്യം ചോദിക്കാനുള്ളത്. നിതീഷ്, ഞാൻ ആദ്യം ഈ പവർ ട്രിപ്പിന്റെ ഒരു ജനത പറയും. ഞങ്ങള് പവർ ട്രിപ്പ് തുടങ്ങുന്നത് വിദേശത്തൊക്കെ ഉള്ള ഒരു മോഡൽ ഫോളോ ചെയ്തിട്ടാണ്. അതായത് രാഷ്ട്രീയം ഗൗരവമായിട്ട് ഫോളോ ചെയ്യുന്ന ആൾക്കാർ നിശ്ചയമായിട്ടും അറിയേണ്ട പുറത്തു വരാത്ത വാർത്തകൾ മാത്രം എഴുതുന്ന ഒരു ന്യൂസ് ലെറ്ററാണത്. എല്ലാ ആഴ്ചയും ഒരിക്കലാണത് വരുന്നത്. അപ്പൊ ഈ കഴിഞ്ഞ ദിവസം അമിത്ഷായുടെ പാർലമെന്റിലെ സ്റ്റേറ്റ്മെന്റ് കഴിഞ്ഞതിന് ശേഷം തുടർച്ചയായിട്ട് ഈ പറയുന്ന കേരളം ആണ് ഈ ദുരന്തത്തിന് കാരണം എന്ന രീതിയിൽ പല കോണുകളിൽ നിന്നും വിമർശനം വരുമ്പോഴാണ് ഇത് ശ്രദ്ധിക്കാൻ തുടങ്ങിയത്. ഞങ്ങൾ റീച്ച് ഔട്ട് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ അറിഞ്ഞ 3 വ്യക്തികൾ ഇത് കൺഫേം ചെയ്തതിന് ശേഷമാണ് ഞങ്ങൾ ഈ വാർത്ത കൊടുത്തത്. 3 വ്യക്തികൾ അത് പറഞ്ഞിരിക്കുന്നത്, ഞങ്ങളോട് പറഞ്ഞത് PIB അവരെ കോണ്ടാക്ട് അതൊന്ന് എലാബറേറ്റ് ചെയ്യട്ടെ. അതായത് 3 വ്യക്തികളെ നിങ്ങൾ ഈ പവർ ട്രിപ്പ് എന്ന് പറയുന്ന പൊളിറ്റിക്കൽ ന്യൂസ് ലെറ്ററിലൂടെ വെളിപ്പെടുത്തുന്നത് പോലെ വളരെ ഷോക്കിംഗ് ആയ ഒരു വെളിപ്പെടുത്തലാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന്. എന്ന് പറയുമ്പോൾ മിനിസ്ട്രി ഓഫ് എൻവയോൺമെൻറ്റ് ആകാം, അതുപോലെ തന്നെ പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ, ഈ 2 സംവിധാനങ്ങളിലൂടെ ബന്ധപ്പെട്ടു കേരളത്തിനെതിരെ എഴുതണം, കേരളത്തിലെ സർക്കാരിനെതിരെ എഴുതണം എന്ന നിലയിൽ പലരെയും ബന്ധപ്പെട്ടു. അത് 3 വ്യക്തികൾ അത് നിങ്ങളോട് സ്ഥിരീകരിച്ചു, അങ്ങനെ ഒരു കോൾ വന്നിരുന്നു എന്ന് സ്ഥിരീകരിച്ചു എന്നാണോ നിതീഷ്? അതെ, അത് ഇത്രയും ഗുരുതരമായ ഒരു കാര്യം നമ്മൾ പറയുമ്പോൾ ഒന്നിൽ കൂടുതൽ കൺഫർമേഷൻ വേണമെന്നുള്ളത് ഞങ്ങളുടെ ഒരു ആഗ്രഹമായിരുന്നു. അപ്പൊ അങ്ങനെയാണ് ഞങ്ങൾ കൂടുതൽ ആൾക്കാരിലേക്ക് റീച്ച് ഔട്ട് ചെയ്തത്. അപ്പം പ്രധാനമായും സയന്റിസ്റ്റുകളെയും റിസർച്ച് ചെയ്യുന്ന ആൾക്കാരെയും ജേർണലിസ്റ്റുകൾക്കുമാണ് ഈ കോള് വന്നിട്ടുള്ളത്. അതിൽ 3 പേരാണ് ഞങ്ങളടുത്ത് കൺഫേം ചെയ്തിട്ടുള്ളത് അവർക്ക് കോള് വന്നെന്നുള്ളത്. പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ ഭാഗത്തു നിന്നാണ് കോള് പോയിട്ടുള്ളത്. കോൾ മാത്രമല്ല, സ്പെസിഫിക് ആയിട്ട് കേരളത്തിലെ മൈനിങ് റിലേറ്റഡ് ആയിട്ടുള്ള പോളിസി ലാപ്സസും മൈനിങ്ങിന്റെ മുകളിൽ സംസ്ഥാന സർക്കാർ കാണിക്കുന്ന അലംഭാവവും ആണ് ഇതിന് കാരണം എന്ന് എഴുതണം എന്നാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. അതിന്റെ ഭാഗമായിട്ട് ഒരു വേർഡ് ഡോക്യുമെന്റ്, ഒരു ഡോസിയർ പോലെ അതും അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു ഈ പറയുന്ന ആൾക്കാർക്ക്. അപ്പൊ ആ വേർഡ് ഡോക്യുമെന്റിലുള്ളത് പഴയ കുറെ ന്യൂസ് ആർട്ടിക്കിൾസ് ആണ്. ഇപ്പൊ ന്യൂസ് മിനിറ്റ് ഉൾപ്പെടെ 2019 നിങ്ങൾ പ്രസിദ്ധീകരിച്ചൊരു വാർത്തയും പബ്ലിഷ് ചെയ്ത വാർത്തയും ഈ വിധം പുതിയ സാഹചര്യത്തിൽ എഴുതി പിടിപ്പിക്കാൻ വേണ്ടി സഹായകരമാകട്ടെ എന്ന നിലയിൽ പഴയ വാർത്തകൾ കൂടി ഈ വേർഡ് ഡോക്യുമെന്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അല്ലേ? അതെ, ഓരോ വാർത്തയും അതിന്റെ ഒരു കോണ്ടെക്സ്റ്റ് അനുസരിച്ചാണല്ലോ നമ്മൾ കാണേണ്ടത്. ഇപ്പൊ 2019 പബ്ലിഷ് ചെയ്തൊരു വാർത്ത, അതിനൊപ്പം മറ്റു പല വാർത്തകള്, അതെല്ലാം ഈ കോറിങ്ങുമായിട്ട് റിലേറ്റഡ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. ഇപ്പം കേരള സർക്കാർ കോറിങ് പെർമിറ്റ് ഇഷ്യൂ ചെയ്യുന്നു, അതിന്റെ ഇമ്പാക്ട് അസസ്മെന്റ് നടത്താതെ ഹൈ നമ്പർ ഓഫ് അൺപെർമിറ്റഡ് കോറീസ് കേരളത്തിലുണ്ട്. ഈ ലാൻഡ് സ്ലൈഡും കോറിയും തമ്മിൽ ഒരു സ്ട്രോങ് ആയിട്ടുള്ള അസോസിയേഷനും ഉണ്ട്. ഇത്തരം പോയിന്റ്സ് ലിസ്റ്റ് ചെയ്തിട്ടാണ് ഈ വേർഡ് ഡോക്യുമെന്റ് അയച്ചു കൊടുത്തിട്ടുള്ളത്. ഇത് ഞങ്ങൾ അന്വേഷിച്ചതും അറിയാൻ പറ്റുന്നത്, ഇതിൽ 2 പേര് ഞങ്ങളെടുത്ത് അവർ കൊടുത്ത റിപ്ലൈ പറഞ്ഞു. അതായത് ഒരാൾ പറഞ്ഞത് നിങ്ങൾക്ക് അത്രയും ഇറഫ്യൂട്ടബിൾ ആയിട്ടുള്ള എവിഡൻസ് ഉണ്ടെങ്കിൽ യൂണിയൻ ഗവൺമെന്റ് തന്നെ ഇത് പബ്ലിഷ് ചെയ്യണമെന്നാണ് അദ്ദേഹം കൊടുത്ത റിപ്ലൈ. മറ്റൊരാള് അതല്ലാതെ ഒരു നിഴൽ യുദ്ധമല്ല, ഞാൻ നിങ്ങളുടെ തന്നെ ആർട്ടിക്കിളിനെയാണ് ആധാരമാക്കി നിതീഷ് സംസാരിക്കുന്നത്. അല്ലാതെ ഒരു ഷാഡോ വാർ എന്നാണ് ഈ പറഞ്ഞ പവർ ട്രിപ്പിൽ ന്യൂസ് മിനിറ്റ് ഉപയോഗിച്ചിരിക്കുന്നത്. ഒരു വളരെ എക്സ്പേർട്ടായിട്ടുള്ള ഒരു വ്യക്തി തിരിച്ച് ഈ കോള് ചെയ്ത ആളുകളോട് അല്ലെങ്കിൽ ദേശീയ സർക്കാരിനോട് പറയുന്നത്, നിങ്ങളൊരു നിഴൽ യുദ്ധമല്ല നടത്തേണ്ടത്, അല്ലാതെ ഈ ഇൻഫർമേഷൻസ് ഇങ്ങനെ പ്ലാൻ ചെയ്യുകയല്ല ചെയ്യേണ്ടത്. നേരത്തെ നിതീഷ് പറഞ്ഞ പോലെ നിങ്ങൾക്കങ്ങനെ ആധികാരികമാണ്, ഉറപ്പുണ്ട് എന്ന് തോന്നുന്ന വിവരങ്ങൾ അക്കാര്യങ്ങളിലുണ്ട് എങ്കിൽ അത് പ്രസിദ്ധപ്പെടുത്താനാണ് തയ്യാറാകേണ്ടത്, അത് റിലീസ് ചെയ്യാനാണ് തയ്യാറാകേണ്ടത് എന്ന ഒരു മറുപടിയാണ് ഇതിൽ ഈ വിധത്തിൽ ഈ കേന്ദ്രങ്ങൾ ആഗ്രഹിച്ച എഴുതണം, കേരളത്തിനെതിരെ എഴുതണം എന്ന് ആഗ്രഹിച്ച് സമീപിച്ച ഒരു വ്യക്തി കൊടുത്ത മറുപടി എന്നല്ലേ നിതീഷ്? അതെ, അത് ഒരാൾ കൊടുത്ത മറുപടി അങ്ങനെയാണ്. അങ്ങനെ സ്പെസിഫിക്കും അങ്ങനെ ഇറഫ്യൂട്ടബിളും ആയിട്ടുള്ള ഡാറ്റ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇത് ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് റിലീസ് ചെയ്യണം, ഇങ്ങനെ നിഴൽയുദ്ധം നടത്തുകയല്ല വേണ്ടത്, ഇൻഫർമേഷൻ പ്ലാൻ ചെയ്യല്ല വേണ്ടതെന്ന്. വേറൊരാൾ കൊടുത്ത മറുപടി ഈ പറയുന്ന കോറിങ് ആണ് ഇതിന്റെ ഉത്തരവാദിത്വം എന്നുള്ളത്, അതിന്റെ ഒരു ഇൻസിസ്റ്റൻസ് അതൊരു സയന്റിഫിക് ബേസിസിലുള്ളൊരു കാര്യമല്ല. അതുകൊണ്ട് ഒരുവിധം സയന്റിസ്റ്റുകളെല്ലാം ഇത്തരം ഒരു കാര്യത്തിൽ ഇങ്ങനെ ഒരു ഓപ്പർട്ടീസ് എഴുതാൻ മടിക്കും എന്നാണ് അദ്ദേഹം റിപ്ലൈ കൊടുത്തത്. അതിന് പിന്നാലെയാണ് ഞങ്ങൾ ഈ സ്റ്റോറി എഴുതിക്കൊണ്ടിരിക്കുമ്പോഴാണ് എൻവയോൺമെന്റ് മിനിസ്റ്റർ ഇന്നലെ ഈ ഭൂപേന്ദ്ര യാദവ് ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുത്തത് PTIക്ക്. കേരളത്തിലെ ഇല്ലീഗൽ കോറിംഗ് ആണ് ഈ വയനാട് ലാൻഡ് സ്ലൈഡിന്റെ പ്രധാനമായിട്ടുള്ള കാരണമെന്ന്.
ഈ ഏതാണ്ട് പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട നിങ്ങളെ സാധാരണ ഇത്തരം കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ച് അവരെ സംബന്ധിച്ച് ഏറ്റവും ഗുരുതരമായ ഒരു ആരോപണമാണ് സർക്കാരിനെതിരെ പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയ്ക്കെതിരെ എഴുതിയിരിക്കുന്നത് നിങ്ങൾ വെളിപ്പെടുത്തിയിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ വളരെ ആധികാരികമായി തന്നെ വ്യക്തമായ ബോധ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ മാത്രമേ അത് ചെയ്യുകയുള്ളൂ എന്നുള്ള യുക്തിസഹമായൊരു ചിന്ത ഇത് കാണുന്ന ഇത് വായിക്കുന്ന മനുഷ്യരുടെ മനസ്സിലുണ്ടാവുകയും ചെയ്യും. ഏതാണ്ട് ഈ പരിശ്രമങ്ങളോട് ബന്ധപ്പെടുത്തി കാണാവുന്നതുകൂടിയാണോ പിന്നീട് അമിത്ഷാ, നേരത്തെ നിതീഷ് പറഞ്ഞ അമിത്ഷാ കേന്ദ്ര ആഭ്യന്തരമന്ത്രി പാർലമെൻറ്റിൽ കേരളത്തിന് ഇത് സംബന്ധിച്ച എല്ലാ മുന്നറിയിപ്പുകളും നൽകിയിരുന്നു എന്ന നിലയിൽ പറഞ്ഞൊരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ പിറ്റേ ദിവസം തന്നെ അല്ലെങ്കിൽ അന്ന് വൈകുന്നേരം തന്നെ മുഖ്യമന്ത്രി വാർത്താസമ്മേളനം നടത്തി 3 പ്രധാനപ്പെട്ട കേന്ദ്ര ഏജൻസികൾ, 1 കേന്ദ്ര കാലാവസ്ഥാ കേന്ദ്രം, 2 ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ, 3 സെൻട്രൽ വാട്ടർ കമ്മീഷൻ, കേന്ദ്ര ജല കമ്മീഷൻ, ഈ 3 ഏജൻസികളാണ് കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട മുന്നറിയിപ്പുകൾ തരേണ്ട കേന്ദ്ര ഏജൻസികൾ. ഈ 3 ഏജൻസികളും ഇതുമായി ബന്ധപ്പെട്ട അതിതീവ്ര മഴയോ ഉരുൾപൊട്ടലോ ഈ 2 പ്രധാനപ്പെട്ട നദികളിൽ പ്രളയ സാധ്യതയോ നൽകിയിരുന്നില്ല, റെഡ് അലർട്ടും പറഞ്ഞിരുന്നില്ല. എന്നാൽ പിന്നീട് ഈ ദുരന്തമുണ്ടായതിനു ശേഷം പിറ്റേ ദിവസം രാവിലെയാണ് റെഡ് അലർട്ട് മാർക്ക് ചെയ്തത് എന്നതുപോലെയുള്ള വിവരങ്ങൾ രേഖകൾ സഹിതം മുഖ്യമന്ത്രി തന്നെ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞതോടെ ബുദ്ധിമുട്ടിലായത് അമിത്ഷായും കേന്ദ്ര സർക്കാരുമാണ്. ഇപ്പോൾ പാർലമെൻറ്റ് അംഗങ്ങൾ, ഇടതംഗങ്ങൾ അടക്കം അവകാശ ലംഘന നോട്ടീസ് കൊടുത്തിട്ടുണ്ട് അമിത്ഷായ്ക്കെതിരെ പാർലമെൻറ്റിൽ. ഇതിനു മുമ്പ് നടന്നതാണ് നിതീഷ് ആദ്യം സൂചിപ്പിച്ചതുപോലെ. പക്ഷേ നിതീഷ്, ഞാൻ നിതീഷിലേക്ക് വരികയും കൂടി ചെയ്യാം. ഇപ്പോൾ ജോൺ ബ്രിട്ടാസ് MP ടെലിഫോൺ ലൈനിൽ ചേരുന്നു. ശ്രീ ബ്രിട്ടാസ്, താങ്കൾ ഉച്ചയ്ക്ക് ഇത് ട്വീറ്റ് ചെയ്ത സമയത്താണ് ഇങ്ങനൊരു വിവരം ഞങ്ങളുടെ അടക്കം ശ്രദ്ധയിലേക്ക് വരുന്നതും പ്രധാന വാർത്തയാകുന്നതും. വൈകിട്ടുന്ന് വാർത്താ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി അതിനെക്കുറിച്ച് പ്രതികരിച്ചു. കേരളത്തിലെ മന്ത്രിമാരും ഒട്ടേറെ ആളുകളും ഇപ്പോൾ ശക്തമായി നടപടിയെ അപലപിച്ചും വിയോജിച്ചും സംസാരിക്കുന്നുണ്ട്, എഴുതുന്നുണ്ട്. ഇപ്പോൾ ഞങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ന്യൂസ് മിനിറ്റിലെ മാധ്യമപ്രവർത്തകനായിട്ടുള്ള നിതീഷ് MK ആണ്. അവർക്ക് കിട്ടിയ വളരെ പ്രധാനപ്പെട്ട വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ആധികാരികമായി തന്നെയാണ്, ഉത്തരവാദിത്തത്തോടു കൂടിയാണ് ഇത് ചെയ്തത് എന്നാണ്. ഇന്ന് ഈ ആർട്ടിക്കിൾ വായിച്ചപ്പോൾ, പവർ ട്രിപ്പ് എന്ന ഈ പൊളിറ്റിക്കൽ ന്യൂസ് ലെറ്റർ വായിച്ചപ്പോൾ ഇതിന് പിന്നിൽ നടത്തിയിട്ടുള്ള ഈ വളരെ ഷോക്കിംഗ് ആയിട്ടുള്ള എഫേർട്ട്, അതേക്കുറിച്ച് താങ്കൾക്ക് തോന്നിയത് എന്താണ്? എത്ര വലിയ പരിശ്രമമാണ് യഥാർത്ഥത്തിൽ കേരളത്തിനെതിരെ വളരെ ആസൂത്രിതമായി കേന്ദ്ര തലത്തിൽ നടക്കുന്നത് എന്നാണോ മനസ്സിലായത്? ഈ വിഷയം, വയനാട് ദുരന്തത്തെക്കുറിച്ചുള്ള കാര്യം രാജ്യസഭയിൽ ആദ്യം ഉന്നയിച്ചത് ഞാനാണ്. അതിനുശേഷം പിന്നീട് ഒരു സന്ദർശനിക്കൽ പ്രമേയവുമായി സഭയിലെത്തുകയും അത് ചെയർമാൻ അംഗീകരിക്കുകയും ചെയ്തു. അങ്ങനെയാണ് അമിത്ഷാ ആഭ്യന്തരമന്ത്രി രംഗത്തേക്ക് വരുന്നത്. നമ്മൾ പ്രതീക്ഷിച്ചതിന് വിരുദ്ധമായിട്ട് അദ്ദേഹം ആ ഒരു സന്ദർശനിക്കൽ പ്രമേയത്തിലെ ചർച്ചയോടുള്ള പ്രതികരണത്തിൽ കേരളത്തെ പ്രതിക്കൂട്ടിലാക്കാൻ വേണ്ടിയുള്ള ബോധപൂർവമായിട്ടുള്ള ശ്രമമാണ് നടത്തിയത്. അത് മാത്രമല്ല, BJPയുടെ ഭാഗത്തു നിന്ന് ചർച്ചയിൽ പങ്കെടുത്ത അംഗങ്ങളെയൊക്കെ അദ്ദേഹം പല രൂപത്തിലും ഭാവത്തിലും പ്രേരിപ്പിച്ചുകൊണ്ട് ഈ വിഷയത്തിലുണ്ടായ ഒരു സമന്വയത്തെ തകർക്കാൻ വേണ്ടിയുള്ള ചില ശ്രമങ്ങളും നടത്തിയിരുന്നു. ഞാൻ അതിലേക്ക് പോകുന്നില്ല, അത് സഭയ്ക്കുള്ളിൽ ഞങ്ങൾ കണ്ട കാര്യമാണ്. ഇതുകൊണ്ടും മറ്റവർ കാണാത്തതുകൊണ്ടും അതിനെക്കുറിച്ച് വിശദമായിട്ട് പറയുന്നില്ല. പക്ഷെ വളരെ കൃത്യമായിരുന്നു കേന്ദ്ര സർക്കാരിന് ഒരു അജണ്ട ഇക്കാര്യത്തിലുണ്ട്. ഏത് ദുരന്തത്തിലും ഒരു അജണ്ട വെച്ച് പുലർത്തുക എന്നുള്ളത് പലപ്പോഴും ചില രാഷ്ട്രീയ പാർട്ടികളെ ബാധിച്ചിരിക്കുന്ന ഒരു അസുഖമാണ്. ആ ഒരു അസുഖം അമിത്ഷാ അതിൽ കൃത്യമായി പ്രകടിപ്പിക്കുകയും ചെയ്തു. അതിനുശേഷമാണ് പിന്നീട് ഭൂപേന്ദ്ര യാദവിന്റെ ഒരു പത്രസമ്മേളനം വരുന്നത്. അതിൽ പ്രത്യേകിച്ച് യാതൊരു പ്രകോപനവുമില്ല. അദ്ദേഹം ഈ പറഞ്ഞ പത്രസമ്മേളനം ഉദ്ദേശിക്കുന്ന ഒരു ന്യൂസ് ഏജൻസിയോട് നടത്തിയ സംഭാഷണം അതൊരു പാർലമെന്റിൽ ഉണ്ടായ ഒരു പ്രകോപനത്തെ മുൻനിർത്തിയോ അല്ലെങ്കിൽ ചർച്ചയെ മുൻനിർത്തിയോ ആയിരുന്നില്ല. അദ്ദേഹം ഏകപക്ഷീയമായി നടത്തിയ ഒരു പ്രതികരണമായിരുന്നു. അത് പ്രതികരണം നടത്താൻ അദ്ദേഹത്തെ സ്വാധീനിച്ചത് സ്വാഭാവികമായിട്ടും അമിത്ഷാ കോർണർ ചെയ്യപ്പെട്ടു, അമിത്ഷാ ഭിത്തിയിലേക്ക് തള്ളപ്പെട്ടു, അമിത്ഷയുടെ വാദമുഖങ്ങൾ ഖണ്ഡിക്കപ്പെട്ടു എന്നുള്ളത് കൊണ്ട് മാത്രമായിരിക്കണം പരിസ്ഥിതി വനം മന്ത്രിയായിട്ടുള്ള ഭൂപേന്ദ്ര യാദവ് രംഗത്തേക്ക് വന്നു. ഈ ന്യൂസ് മിനിറ്റ് ചെയ്തത് വളരെ സ്വാഗതാർഹമായിട്ടൊരു നടപടിയാണ്. എന്താ കാരണം വെച്ചാൽ, സാധാരണഗതിയിൽ ഇങ്ങനെയുള്ള നടപടികളെ എക്സ്പോസ് ചെയ്യാൻ വേണ്ടി മാധ്യമങ്ങൾ മടിച്ചു നിൽക്കുന്ന സമയത്ത് വളരെ ധീരതയോട് കൂടിയിട്ട് കേരളത്തെ അപകീർത്തിപ്പെടുത്താനും അപമാനിക്കാനും വേണ്ടി എത്ര കണ്ട് കിണഞ്ഞ് പരിശ്രമിക്കുന്നു, അതിൽ ശാസ്ത്രജ്ഞന്മാരെ പോലും അണിനിരത്താൻ വേണ്ടിയിട്ട് കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നു എന്നുള്ള വലിയൊരു വെളിപ്പെടുത്തലാണ് ന്യൂസ് മിനിറ്റ് നടത്തിയിരിക്കുന്നത്. പക്ഷെ എനിക്കൊരു ചോദ്യം, അതായത് ദുരന്തങ്ങൾ എന്ന് പറയുന്നത് കേരളത്തെ മാത്രം ബാധിക്കുന്ന ഒരു വിഷയമല്ല, എല്ലാ സംസ്ഥാനങ്ങളിലും ഉണ്ടാകുന്നതാണ്.
ഈ പറയുന്ന BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ എത്രയോ ദുരന്തങ്ങൾ ഉണ്ടായി. പൂതാം പറഞ്ഞ ഗുജറാത്തിലൊക്കെ ഉണ്ടായിട്ടുള്ള ഭൂമി കുലുക്കമൊക്കെ നമുക്കെല്ലാം അറിയാം. എത്രയോ ആയിരക്കണക്കിന് ആൾക്കാർ മരിച്ചതാണ് അവിടെയൊക്കെ. അതുപോലെ തന്നെ ഈ പറഞ്ഞ ഉത്തരാഖണ്ഡിൽ നടന്ന ജ്യോതിഷ്മഠിൽ നടന്ന എത്രയോ ദുരന്തങ്ങൾ നമ്മൾ നടന്നിട്ടുണ്ട്. അന്നൊന്നും ഇല്ലാതിരുന്ന രീതിയിൽ ഒരു പകപോക്കല്, അതല്ലെങ്കിൽ ഒരു അപകീർത്തിപ്പെടുത്തല്, അതും കേന്ദ്ര സർക്കാരിൽ ഏറ്റവും ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നു എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ നമ്മുടെ രാഷ്ട്രീയം എങ്ങോട്ട് പോകുന്നു എന്നുള്ളതാണ്. മാത്രമല്ല, അമിത്ഷയെ പോലൊരു വ്യക്തി എന്ന് പറയുന്നത് ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ ദുരന്ത നിവാരണത്തിന്റെ പരമാധികാരിയാണ്. അതിന് ഉത്തരവാദിത്വം നിർവഹിക്കുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം. മറ്റ് മന്ത്രിമാരെ കൂടി രംഗത്തേക്ക് കൊണ്ടുവരുന്നു, BJP നേതാക്കളെ കൊണ്ടുവരുന്നു, BJP MP-മാരെ പ്രകോപിപ്പിച്ചുകൊണ്ടും പ്രചോദിപ്പിച്ചുകൊണ്ട് അവരെ കൊണ്ട് കേരളത്തിനെതിരെ സംസാരിപ്പിക്കുന്നു. ഇതൊക്കെ യഥാർത്ഥത്തിൽ ഇന്ത്യ എന്നുള്ള രാജ്യം മുൻകാലങ്ങളിൽ കാണാത്ത ഒരു കാഴ്ചയാണ്. ഈ കെട്ടുകാഴ്ചയ്ക്ക് വേണ്ടിയിട്ട് എന്തിനാണ് BJP ഇതുപോലെ ശ്രമിക്കുന്നതെന്നുള്ളതാണ് എന്റെ മനസ്സിലുള്ള ചോദ്യം. താങ്കളിപ്പോൾ സൂചിപ്പിച്ച പോലെ ഒരർത്ഥത്തിൽ ഇന്നത്തെ സാഹചര്യത്തിൽ, ദേശീയ സാഹചര്യത്തിൽ വളരെ ധീരമായിട്ടുള്ളൊരു മാധ്യമ നടപടിയാണ് ന്യൂസ് മിനിറ്റിൻ്റെ ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ളത്. അതാകെയും വായിച്ചപ്പോൾ നമുക്ക് പലപ്പോഴും ഈ ലോബിയിങ് എന്നുള്ള ഒരു സംഗതി, ഒരു ഏർപ്പാടിനെ കുറിച്ച് അറിയാം. പക്ഷേ ഒരു വലിയ പ്രകൃതി ദുരന്തം ഉണ്ടാകുമ്പോൾ അതിന് നടുവിൽ അതിനെ എങ്ങനെയും അതിജീവിക്കാൻ രക്ഷാപ്രവർത്തനം പൂർത്തിയാക്കി, തെരച്ചിൽ പൂർത്തിയാക്കി, പുനരധിവാസം എന്നതിലേക്ക് ഒരു സംസ്ഥാനം ആകെ നിൽക്കുമ്പോൾ ആ സർക്കാരിനെയും ആ സംവിധാനത്തെയും ആ സംസ്ഥാനത്തെയും തന്നെ ഇകഴ്ത്തും വിധത്തിലേക്കുള്ള ഒരു ലോബിയിങ് അതൊരു ദേശീയ തലത്തിൽ നടക്കുന്നു എന്ന് വന്നാൽ അതിൻ്റെ ഒരു ഗൗരവം, അതിൻ്റെ ഒരു ആഴം, വ്യാപ്തി ഈ ഒരു പവർ ട്രിപ്പ് എന്ന് പറയുന്ന പൊളിറ്റിക്കൽ ന്യൂസ് ലെറ്റർ വായിച്ചതിൽ അതിലേറ്റവും മാരക അപകടകരമായ നിലയിലെ അറ്റംപ്റ്റായി താങ്കൾക്ക് തോന്നിയത് ഏതൊക്കെയാണ്, എന്താണ്? അല്ല, ഇതിന്റെ പൊതുവായ ഒരു സ്വഭാവം ഞാൻ പറഞ്ഞു വരുന്നത് വെച്ചാൽ അതിന്റെ ഉള്ളിലേക്ക് ഞാൻ പോകുന്നില്ല. പക്ഷേ കേന്ദ്ര സർക്കാർ എന്താണ് ഉദ്ദേശിക്കുന്നത്, കേന്ദ്ര സർക്കാർ കേരളത്തോട് അവലംബിക്കുന്ന സമീപനം എന്താണെന്നുള്ള കാര്യം ഇതിനകത്ത് കൃത്യമായിട്ട് ബോധ്യപ്പെടുന്നുണ്ട്. അത് മാത്രമല്ല, ഇതിനകത്ത് വന്നിരിക്കുന്ന എന്താണ്, അമിത്ഷാ പരാജയപ്പെട്ടു, അമിത്ഷാ ഇടറി, അമിത്ഷാ നടത്തിയ പ്രസ്താവനകൾ ഖണ്ഡിക്കപ്പെട്ടു, അതും അദ്ദേഹം പറഞ്ഞത് തെറ്റായിരുന്നു എന്ന് സ്ഥാപിക്കപ്പെട്ടു. അപ്പോൾ ഈ സർക്കാരിലെ, കേന്ദ്ര സർക്കാരിലെ നമ്പർ 2 ആയിട്ടുള്ള വ്യക്തിക്ക് ചുവട് പിഴച്ചപ്പോൾ ഒരു പരിഭ്രാന്തി യഥാർത്ഥത്തിൽ കേന്ദ്ര ഭരണകൂടത്തെ പിടികൂടി, ഗ്രസിച്ചു. അതിന്റെ ഭാഗമായിട്ടാണ് പിന്നീട് ഇത് ഉണ്ടായിരിക്കുന്നത്. അമിത്ഷയുടെ മാനം രക്ഷപ്പെടുത്തുക, അതുപോലെ തന്നെ കേരളത്തിന്റെ മാനം നഷ്ടപ്പെടുത്തുക. അപ്പൊ ഈ ഒരു ദൗത്യമാണ് യഥാർത്ഥത്തിൽ ഭൂപേന്ദ്ര യാദവ് അനുഷ്ഠിക്കുകയും അതുപോലെ തന്നെ ഈ ഒരു പ്രക്രിയയിലൂടെ അവർ ആരംഭിക്കുകയും ചെയ്തത്. പക്ഷെ ഇത് പുറത്തു വന്നപ്പോൾ യഥാർത്ഥത്തിൽ ഇവരുടെ മുഖം കൂടുതൽ വികൃതമാകുകയാണ് ചെയ്തത്. ഞാനിത് അതിന്റെ മറ്റു വശങ്ങളിലേക്ക് പോകുന്നില്ല. യഥാർത്ഥത്തിൽ ഇത് BJPയും കേന്ദ്ര സർക്കാരും കാലാകാലമായിട്ട് അനുവർത്തിക്കുന്ന ഒരു സമീപനമാണ്. അപ്പം ഇത് യഥാർത്ഥത്തിൽ ഇക്കുറി ഒരു പക്ഷേ ഇത് പുറത്തു വന്നതുകൊണ്ടാണ് നമുക്ക് പെട്ടെന്ന് ഇതിന്റെ ഒരു ഗൗരവം നമുക്ക് ബോധ്യപ്പെടുന്നത്. പക്ഷെ പുറത്തു വരാത്ത എത്രയോ ഓപ്പറേഷൻസ് ഇവർ നടത്തിയിട്ടുണ്ട്. അല്ല, ഇത് പുറത്തു വന്നു എന്ന് പറയുമ്പോഴും കേരളത്തിലടക്കം മാധ്യമങ്ങൾ കുറെ കൂടി ജാഗ്രതയോടെ ഇത്തരം വിവരങ്ങളെയും ഇത്തരം വാർത്തകളെയും ഏറ്റെടുക്കേണ്ടതുണ്ടോ ജോൺ ബ്രിട്ടാസ്? തീർച്ചയായിട്ടും. എന്താ കാരണം എന്ന് വെച്ചാൽ ഈ അമിത്ഷയുടെ പ്രസ്താവനയെ കൊട്ടിഘോഷിക്കാൻ വേണ്ടിയിട്ട് പലരും ശ്രമിച്ചപ്പോൾ അത് യഥാർത്ഥത്തില് പിന്നെ അതിന് അല്പായുസ് ഉണ്ടായി. പക്ഷെ ഒന്ന് ചിന്തിച്ചു നോക്കുക, 2-3 ദിവസം കൂടി അത് നിന്നിരുന്നെങ്കിൽ എന്താകുമായിരുന്നു അതിന്റെ സ്ഥിതി? അമിത്ഷയുടെ പ്രസ്താവന വന്ന് അന്ന് തന്നെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനത്തിൽ കാര്യങ്ങളെല്ലാം വിശദമാക്കിയത് കൊണ്ടല്ലേ അത് കൃത്യമായിട്ട് പുറത്തു വന്നത്. അതുപോലെ തന്നെ ഇതിന്റെ വാർണിംഗ്സിന്റെ ലിസ്റ്റും മറ്റു കാര്യങ്ങളിലൊക്കെ പട്ടികയെല്ലാം പുറത്തു വന്നുകൊണ്ടാണല്ലോ. മറിച്ച് അത് 2-3 ദിവസവും കൂടി അത് നീണ്ടു നിന്നിരുന്നെങ്കിൽ ഒരുപക്ഷെ ഈ കളവ് ഈ മാധ്യമങ്ങളിലൂടെയും സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയും എവിടെയൊക്കെ എത്തുമായിരുന്നു. അത് നമ്മുടെ റെസ്ക്യൂ ഓപ്പറേഷൻസിനെയും അതുപോലെ തന്നെ റിലീഫ് ഓപ്പറേഷൻസിനെയും റീഹാബിലിറ്റേഷനെയും പുനരധിവാസത്തെയും എത്രത്തോളം പ്രതികൂലമായി ബാധിക്കുമായിരുന്നു. യഥാർത്ഥത്തിൽ കേരളം പോലുള്ളൊരു സംസ്ഥാനം വളരെ പാടുപെട്ട് എല്ലാവരെയും അണിനിരത്തിക്കൊണ്ട് ഒരു വിഭാഗം ജനങ്ങൾക്ക്, ഈ ദുരിതം അനുഭവിക്കുന്നവർക്ക് ആശ്വാസം പ്രദാനം ചെയ്യാൻ വേണ്ടിയുള്ള വലിയൊരു മഹായജ്ഞം നടത്തുമ്പോൾ, അതിനെ അപകീർത്തിപ്പെടുത്തുമ്പോൾ സ്വാഭാവികമായിട്ടും ആ ഒരു പദ്ധതി തന്നെ അവതാളത്തിലാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. പണ്ട് നമുക്ക് 2018 മഹാപ്രളയകാലത്ത് നമുക്ക് നേരെ നീട്ടപ്പെട്ട സഹായഹസ്തങ്ങളെയൊക്കെ അരിഞ്ഞു മാറ്റിയ ഒരു ചരിത്രവും പശ്ചാത്തലവുമാണ് ഈ കേന്ദ്ര സർക്കാരിനുള്ളത്. UAE ഗവൺമെന്റ് മുന്നോട്ട് വെച്ച വാഗ്ദാനം.
അപ്പോൾ ഇവരുടെ ഒരു സ്ഥിരം പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളം പോലുള്ള സംസ്ഥാനങ്ങൾ, പ്രതിപക്ഷം ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ ദുരന്തവും അനുഭവിക്കുമ്പോൾ ഒരു തരത്തിലും സഹായിക്കില്ല എന്ന് മാത്രമല്ല, എവിടെ നിന്നെങ്കിലും വരുന്ന സഹായത്തെ അത് തടയുകയും അതുപോലെ തന്നെ ഈ സംസ്ഥാനങ്ങളെ അപകീർത്തിപ്പെടുത്തുകയും ചെയ്യുന്നു. ഇപ്പോൾ എത്ര കണ്ട് ഹീനമായ രീതിയിലാണ് കേരളത്തെ അപകീർത്തിപ്പെടുത്താൻ വേണ്ടി കേന്ദ്രത്തിലെ ഭരണകൂടം ശ്രമിക്കുന്നത് എന്നാണ് ഒരുപക്ഷെ ന്യൂസ് മിനിറ്റിന്റെ വെളിപ്പെടുത്തലിലൂടെ അനാവരണം ചെയ്യപ്പെടും. നന്ദി ശ്രീ ജോൺ ബ്രിട്ടാസ് ഈ വിഷയത്തെക്കുറിച്ച് സംസാരിച്ചതിന്. വീണ്ടും നിതീഷ് നമ്മൾക്കൊപ്പമുണ്ട്, അതുപോലെ തന്നെ ശ്രീ എം എ നിഷാദുണ്ട്, ചലച്ചിത്ര സംവിധായകൻ. നിതീഷ്, ഒരു കാര്യം കൂടി, ഇപ്പോൾ ശ്രീ ജോൺ ബ്രിട്ടാസ് പറഞ്ഞ പോലെ നിങ്ങളുടെ ഈ ഇടപെടൽ വളരെ ധീരമായൊരു നടപടി എന്ന നിലയിലാണ് പാർലമെൻറ്റ് അംഗം, രാജ്യസഭാംഗമായിട്ടുള്ള അദ്ദേഹം അതേക്കുറിച്ച് സൂചിപ്പിച്ചത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോൾ നമ്മൾ നേരത്തെ സംസാരിച്ചു വന്നാണ്, കേന്ദ്ര ആഭ്യന്തരമന്ത്രിക്ക് തന്നെ ചുവട് പിഴയ്ക്കുന്നു. കേരളത്തിൽ നിന്നുള്ള ഇടത് എം പിമാർ അവകാശലംഘന നോട്ടീസ് നൽകിയിരിക്കുന്നു. പറഞ്ഞത് അപ്പാടെ തെറ്റായിരുന്നു എന്ന് ആ പറഞ്ഞ അതേ ദിവസം തന്നെ വൈകിട്ട് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി രേഖകൾ സഹിതം വിശദീകരിക്കുന്നതോടെ മാറിയിരുന്നു. ഞാൻ മുമ്പ് സംസാരിച്ചപ്പോൾ സൂചിപ്പിച്ചതാണ്, ഒരു തരത്തിലുള്ള റെഡ് അലേർട്ട് സംവിധാനവും ഈ നദികളിൽ പ്രളയ മുന്നറിയിപ്പോ അല്ലെങ്കിൽ ഇതുപോലൊരു തീവ്രമായ ഉരുൾപൊട്ടൽ ഉണ്ടാകാൻ പോകുന്നുവെന്ന് ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയോ കേന്ദ്ര കാലാവസ്ഥാ കേന്ദ്രത്തിൻ്റെ റെഡ് അലേർട്ട് മുന്നറിയിപ്പുകളോ ഒന്നും ഉണ്ടായിരുന്നില്ല. മാത്രമല്ല, ഈ ദുരന്തം വന്നതിന് ശേഷമാണ് റെഡ് അലേർട്ട് മാർക്ക് ചെയ്തിട്ടുള്ളത്. ആധികാരികമായി തന്നെ അത് തെളിയിക്കപ്പെട്ടിട്ടുള്ളതാണ്. അതിൻ്റെ തന്നെ സ്ക്രീൻഷോട്ട്സുകളും കാര്യമായി അതേ തുടർന്ന് വരികയും ചെയ്തു. എല്ലാവരും അത് കണ്ടതാണ്. അപ്പോൾ അങ്ങനൊരു ഒരു പൊളിറ്റിക്കൽ ഫെയില്യൂർ സംഭവിച്ചു. അദ്ദേഹം പറഞ്ഞതുപോലെ സംഭവിച്ചത് അമിത്ഷായ്ക്കാണ്. അപ്പോൾ അതിനെ മറികടക്കാനുള്ള ഒരു എക്സർസൈസ് എന്ന നിലയിലേക്ക് ഒരു പ്രകൃതി ദുരന്തത്തെ പോലും ഇങ്ങനെ ഉപയോഗിക്കുക എന്ന ഒരു രാഷ്ട്രീയമാണോ ഇതിന് പിന്നിൽ? അങ്ങനെ ഒരു ബുദ്ധിയാണോ ഇതിന് പിന്നിൽ നടപ്പായിട്ടുള്ളത്? അതിനുള്ള പരിശ്രമമാണോ ഇതിൽ നടന്നിട്ടുള്ളത്? ന്യൂസ് മിനിറ്റ് മനസ്സിലാക്കുന്നതാണ് നിങ്ങളുടെ അന്വേഷണത്തിൽ. ഇതിൽ ഞങ്ങൾ പറഞ്ഞത് ഈ കോൾ പോയിരിക്കുന്നത് PIB എന്നാണ്. സ്വാഭാവികമായിട്ടും അതൊരു അൺയൂഷ്വൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. PIB ജേർണലിസ്റ്റുകൾ അങ്ങോട്ട് വിളിച്ച് അല്ലെങ്കിൽ സയന്റിസ്റ്റുകൾ അങ്ങോട്ട് വിളിച്ച് സ്റ്റോറി ചെയ്യാൻ പറയേണ്ട കാര്യമില്ല. മാത്രമല്ല, ഇങ്ങനെ ഒരു ഡോസിയർ പ്രിപ്പയർ ചെയ്ത് കൊടുക്കുന്നതൊക്കെ വളരെ അൺയൂഷ്വൽ ആയിട്ടുള്ള കാര്യമാണ്. ക്ലിയർലി ദേ ആർ എൻഗേജിങ് ഇൻ എ പൊളിറ്റിക്കൽ ബാറ്റിൽ. ഈ ഡോസിയർ പ്രിപ്പയർ ചെയ്ത് PIB ആണോ എന്ന് ഞങ്ങൾക്ക് അറിയില്ല. പക്ഷെ അവർ കൊടുത്തിരിക്കുന്ന ഡോസിയർ ആണ് ഞങ്ങളിപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അതിനകത്ത് പറയുന്ന കാര്യങ്ങൾ ഇന്നൊക്കെയാണ്. മൈനിങ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങളാണ് കേരളത്തിൽ ലാൻഡ് സ്ലൈഡ് ഉണ്ടാക്കിയിരിക്കുന്നതെന്നാണ് ആ ഡോസിയറിൽ പറയാൻ ശ്രമിക്കുന്നത്. അത് നിങ്ങൾ ഓപ്പൺ ആയിട്ട് പബ്ലിഷ് ചെയ്യണം, അല്ലെങ്കിൽ സ്റ്റോറി ആയിട്ട് പബ്ലിഷ് ചെയ്യണം, റിസർച്ച് റിപ്പോർട്ടായിട്ട് പബ്ലിഷ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടാണ് ആൾക്കാർക്ക് കൊടുത്തിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ വേറൊരു കാര്യം കൂടി ഞങ്ങൾ ആ സ്റ്റോറിക്കകത്ത് പറഞ്ഞിരുന്നു. അതായത് ഇൻക്രീസിംഗ്ലി സെൻട്രലൈസ്ഡ് ആവുന്ന ഒരു ലോകത്താണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത്. അപ്പൊ ഈ ലാൻഡ് സ്ലൈഡ് റിലേറ്റഡ് ആയിട്ടുള്ള റിസ്ക് ഡിറ്റക്ഷൻ മാപ്സ് പ്രിപ്പയർ ചെയ്യേണ്ടത് ഇന്നത്തെ നിലയ്ക്ക് നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റിയാണ്. അതിനൊരു പ്രാധാന്യമുണ്ട്. അതായത് ഞാൻ എത്രയോ കാലം കൊച്ചി കോർപ്പറേഷൻ കവർ ചെയ്തിട്ടുള്ളതാണ്, സ്റ്റേറ്റ് ഗവൺമെന്റ് കവർ ചെയ്തിട്ടുള്ളതാണ്. നമ്മളുടെ സംസ്ഥാന സർക്കാരുകൾക്കും സിറ്റി കോർപ്പറേഷനുകൾക്കും ലോക്കൽ ബോഡിക്കും ഒക്കെ മാപ്പ് പ്രിപ്പയർ ചെയ്യാനും ടൗൺ പ്ലാൻ ചെയ്യാനും ഉള്ള അധികാരമുണ്ട്. പക്ഷെ അതിനെ ഓവർറൈഡ് ചെയ്യുന്ന അധികാരം ഇപ്പൊ ഈ പറയുന്ന NDMA എന്ന് പറയുന്ന ഏജൻസിക്ക്. അതെ, NDMA ആണ് ഈ പറയുന്ന. നമ്മളിപ്പോ ഇവിടെ ഈ പറയുന്ന ലാൻഡ് സ്ലൈഡ് ഉണ്ടായ സ്ഥലത്ത് കൺസ്ട്രക്ഷൻ ഉണ്ടാവരുത് എന്നൊരു നിയമം വെച്ചാലും NDMA നാളെ പറയുന്നതിനനുസരിച്ചിട്ടേ അത് നടക്കുള്ളൂ. അവർക്ക് അവിടെ കൺസ്ട്രക്ഷൻ കൊടുക്കാം എന്നൊരു നിയമം അവര് പറയുന്നത് നമ്മളുടെ നിയമത്തിന് ഓവർറൈഡ് ചെയ്യും. അപ്പൊ NDMA ആണ് ഇതിന്റെ നോഡൽ ഏജൻസി. അപ്പൊ ഓരോ യൂണിയൻ ഗവൺമെന്റിന്റെ ഓരോ ഡിപ്പാർട്ട്മെന്റിനെ നോഡൽ ഏജൻസി ആക്കി വെച്ചിട്ടുണ്ട് പലതരത്തിലുള്ള ഡിസാസ്റ്റർക്ക് വേണ്ടിയിട്ട്. ലാൻഡ് സ്ലൈഡ് റിലേറ്റഡ് ആയിട്ടുള്ള ഡിസാസ്റ്ററിന്റെ നോഡൽ ഏജൻസി എന്ന് പറയുന്നത് മൈനിങ് ഡിപ്പാർട്ട്മെന്റ് ആണ്. അവരാണ് ഈ പറയുന്ന ലാൻഡ് സ്ലൈഡ് റിലേറ്റഡ് റിസ്ക് റിഡക്ഷൻ മാപ്സ് ക്രിയേറ്റ് ചെയ്തിട്ട് സ്റ്റേറ്റ് ഗവൺമെന്റ് ഷെയർ ചെയ്യുന്നുണ്ട്. ഞങ്ങൾ സ്റ്റോറിയിൽ പറയുന്നത് ഇതാണ്. ഇപ്പൊ യൂണിയൻ ഗവൺമെന്റ് ചെയ്യുന്ന പോലെ തന്നെ സ്റ്റേറ്റ് ഗവൺമെന്റ് ഒരു വേറൊരു പെർസെപ്ഷൻ ബാറ്റിൽ ചെയ്യുന്നുണ്ട്. അവർ എക്സ്പെർട്സിന്റെ അടുത്ത് ഓൾറെഡി റീച്ച് ഔട്ട് ചെയ്തിട്ടുണ്ട്. ഈ പറയുന്ന NDMA ലാപ്ടോപ്സ് നോക്കിയിട്ട് അതിന് റിപ്പോർട്ടായിട്ട് തരാൻ വേണ്ടിയിട്ട്. അത് നാളെ മറ്റന്നാളായിട്ട് അത് ലീഗൽ ബാറ്റിലേക്ക് പോകുന്നത് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഇതിന്റെ ഒരു സമ്മറി എന്ന് പറയുന്നത് ഇതാണ്. നമ്മൾ ഈ പറയുന്ന റെസ്ക്യൂവും റീഹാബിലിറ്റേഷനും കഴിഞ്ഞിട്ടില്ലാത്ത ഒരു സ്റ്റേജിൽ പോലും ഇത്തരം പെർസെപ്ഷൻ ബാറ്റിൽസിനാണ് വളരെ അൺഫോർച്ചുനേറ്റ്ലി പ്രാധാന്യം വരുന്നതെന്നാണ്. അതാണ് അതിലെ ഏറ്റവും അത്തരമൊരു ഘട്ടത്തിൽ നടത്തിയ ഒരു ഹീനമായ ശ്രമമുണ്ട്. അത്തരമൊരു വളരെ ഷോക്കിംഗ് ആയിട്ടുള്ളൊരു പരിശ്രമത്തെയാണ്, അറ്റംപ്റ്റിനെയാണ് ഇപ്പോൾ ന്യൂസ് മിനിറ്റ് ഈ വാർത്തയിലൂടെ ദേശീയ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നത്. നിതീഷ്, വളരെയധികം നന്ദി. ന്യൂസ് മിനിറ്റിലെ മാധ്യമപ്രവർത്തകനായിട്ടുള്ള നിതീഷാണ് അവരുടെ ഈ വളരെ പ്രധാനപ്പെട്ട വാർത്തയുമായി ബന്ധപ്പെട്ട് സംസാരിച്ചത്. ഏതൊക്കെ തരത്തിലാണ് കേന്ദ്രത്തിൻ്റെ പരാജയത്തെ മറച്ചുവെക്കാൻ അതിനുവേണ്ടിയിട്ടുള്ള ഒരു വലിയ പരിശ്രമം ഇതിലൂടെ നടത്താൻ ശ്രമിച്ച
കേന്ദ്ര ഏജൻസികളുടെ, കേന്ദ്രത്തിലെ ഈ പറഞ്ഞ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ മിനിസ്ട്രി ഓഫ് എൻവയോൺമെൻറ്റിൻ്റെ ഒക്കെ ശ്രമത്തെയാണ് ഇതിലൂടെ ഈ റിപ്പോർട്ടിലൂടെ അല്ലെങ്കിൽ ഈ വാർത്തയിലൂടെ പുറത്തു കൊണ്ടുവന്നത് എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ജോൺ ബ്രിട്ടാസ് എം പിയും ഇതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിച്ചത്. നിതീഷ്, നന്ദി, താങ്ക് യു. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ എം എ നിഷാദ്, ചലച്ചിത്ര സംവിധായകൻ, നമ്മൾക്കൊപ്പം ചേരുന്നുണ്ട്. നിഷാദ്, ഏതായാലും ഇന്ന് താങ്കളുടെ പുതിയ സിനിമയുടെ ചിത്രീകരണവും മറ്റും കൊച്ചിയിലാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിനിടയിൽ തന്നെ വളരെ പെട്ടെന്ന് ഇന്ന് വാർത്തയിൽ കണ്ടതാണ്, മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് വളരെ പെട്ടെന്ന് 1,05,000 രൂപ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ നിന്ന് കുറച്ചാളുകളിൽ നിന്ന് വേഗത്തിൽ തന്നെ കളക്ട് ചെയ്ത് അവിടെ കളക്ടറെ മറ്റോ ഏൽപ്പിച്ചൊരു വാർത്ത ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. അപ്പോൾ നമ്മുടെ നാട്ടിലത്തെ ഒരു വലിയ ദുരന്തത്തിൽ വലിയ രക്ഷാപ്രവർത്തനം നടന്നു. അത് കഴിഞ്ഞപ്പോൾ തെരച്ചിൽ നടക്കുന്നു. ഇനിയൊരു പുനരധിവാസം നടപ്പാക്കേണ്ടതുണ്ട്. അപ്പോൾ അതിലൊരു കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പറഞ്ഞല്ലേ, വലിയ ഒത്തൊരുമയാണ് അതിൽ കാണുന്നത്. ആ ഒത്തൊരുമ ഇല്ലാതാക്കാൻ പല കോണിലും പല പരിശ്രമവും നടത്തി നോക്കുകയാണ്. വളരെ മൈനോറിറ്റി ഓപ്പറേഷൻസാണ്. അതിനെ തള്ളിക്കളയേണ്ടത് തള്ളിക്കളയുക, പക്ഷേ മറുപടി പറയേണ്ടതും തിരുത്തേണ്ടതും തിരുത്തിയും പറഞ്ഞും തന്നെ പോവുക എന്നതാണിപ്പോൾ കേരളം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ എല്ലാം ഇതിനെല്ലാം അപ്പുറം കേരളം വളരെ മികവാർന്ന നിലയിൽ ഒരു വലിയ ദുരന്തത്തിൽ നിന്ന് കരകയറാൻ, വയനാട്ടിനെ കരകയറ്റാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിലാണ് ഇത്തരം ഒരു വിവരം കൂടി പ്രേക്ഷകരുമായി പങ്കുവെച്ചത്, അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഡിസ്കസ് ചെയ്തത്. അത് കേട്ടപ്പോൾ എന്താണ് തോന്നുന്നത് പറയാൻ? ശ്രദ്ധയിൽപ്പെട്ടിരുന്നോ ഈ വിവരം? തീർച്ചയായിട്ടും ആദ്യമായിട്ട് ന്യൂസ് മിനിറ്റിനെ അഭിനന്ദിക്കുകയാണ്. നിതീഷ് പറയുന്ന മുഴുവൻ ഞാൻ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ എം പി ജോൺ ബ്രിട്ടാസ് സാർ പറയുന്നതുമെല്ലാം കേട്ടുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇതൊരു വളരെ അലാമിങ് സിറ്റുവേഷനാണ്. ഇത് ഞാൻ ചരിത്രം ചവിട്ടുകൊട്ടയിലിട്ടൊരു ആളുടെ പേരാണ് എനിക്ക് ഓർമ്മയുള്ളത്. പോൾ ജോസഫ് ഗീബൽസ്, നാസി ജർമ്മനിയുടെ പ്രൊപ്പഗണ്ട മന്ത്രിയായിരുന്നു, രണ്ടാമനായിരുന്നു. ഗീബൽസിയൻ തന്ത്രങ്ങളെ പറ്റിയൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. പച്ചക്കള്ളം പ്രചരിപ്പിക്കുക, വംശീയ വിദ്വേഷത്തിന് കൂപ്പുകൂട്ടുക, ഒരു ജനതയെ അക്രമാസക്തരാക്കുക, ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത് ചരിത്രത്തിൻ്റെ ചവിട്ടുകൊട്ടയിൽ സ്ഥാനം ചെയ്യ പോൾ ജോസഫ് ഗീബൽസിനാണ്. ഏതാണ്ട് സമാനമായ രീതിയിലാണ് ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രിയുടെ ഭാഗത്തു നിന്നും കേരളത്തിനെതിരായിട്ട് വന്നിരിക്കുന്ന അതൊരു പ്രൊപ്പഗണ്ടയുടെ ഭാഗമാണ്. തോറ്റമ്പുമ്പോൾ സ്വാഭാവികമായിട്ടും ചിലർക്ക് ഫ്രസ്ട്രേഷൻ ഉണ്ടാവും. അതിൻ്റെ ഭാഗമായി ഉണ്ടാകുന്നത് ഇപ്പം രാജ്യസഭയിൽ അവകാശ ലംഘന നോട്ടീസിന് നൽകിയിരിക്കുകയാണ്. പച്ചക്കള്ളം പ്രചരിപ്പിച്ചുകൊണ്ട് മുന്നറിയിപ്പ് നമ്മൾക്ക് നടത്തി എന്ന് അമിത്ഷാ നമ്മുടെ ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഒരു പ്രസ്താവന ഇറക്കുന്നു. പ്രകൃതി ദുരന്തമുണ്ടായിരിക്കുന്നത് കേരള ഗവൺമെൻറ്റിൻ്റെ പിടിപ്പുകേടുണ്ടാണെന്നും കേന്ദ്ര കാലാവസ്ഥ കേന്ദ്രവും അതുപോലെ തന്നെ വാട്ടർ ഇതുൾപ്പെടെയുള്ള എല്ലാ ഏജൻസികളും കേന്ദ്ര ഏജൻസികൾ കേരളത്തിന് മുന്നറിയിപ്പ് നൽകി എന്നാണ് അദ്ദേഹം എല്ലാ ഏജൻസികളും കേരളത്തിന് മുന്നറിയിപ്പ് നൽകിയെന്നാണ് അമിത്ഷാ പറയുന്നത്. പക്ഷേ നിമിഷ നേരം കൊണ്ട് തന്നെ അതിൻ്റെ ഫാക്ട്സ് എന്താണെന്ന് മനസ്സിലാക്കി അതിൻ്റെ ഡോക്യുമെൻറ്റ് ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അത് പൊളിച്ചെടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ ജോൺ ബ്രിട്ടാസ് സാറ് പറഞ്ഞതുപോലെ തോറ്റമ്പുമ്പോൾ ഉണ്ടാകുന്ന ഒരു മാനസികാവസ്ഥയിൽ നിന്ന് ഏത് തരത്തിൽ വേണമെങ്കിലും കേരളത്തിനെ നശിപ്പിക്കാം എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ മകുടോദാഹരണമാണ് രാജ്യത്തെ ഗവേഷകരടുത്തും അതുപോലെ തന്നെ ജേർണലിസ്റ്റുകളടുത്തും സയൻറ്റിസ്റ്റുകൾക്കെല്ലാം കേരളത്തിനെതിരായിട്ട് വാർത്തകൾ കൊടുക്കണം എന്ന് പറയുന്നത്. പക്ഷെ അത് ശരിയായ അത് നിങ്ങൾ ഇത് കാണുന്ന എന്നെ കേൾക്കുന്ന ശരത്തിനെ കേൾക്കുന്ന ഈ വാർത്തകൾ കേൾക്കുന്ന ജനങ്ങൾ തീരുമാനിക്കട്ടെ കേരളത്തിനോടുള്ളൊരു നയം എന്താണ് എന്നുള്ളത്. കേരളത്തിൽ അവരുടെ ഫാസിസ്റ്റ് രീതികൾ നടപ്പിലാക്കാൻ കഴിയില്ല എന്ന് കണ്ടുകൊണ്ട് ഏതർത്ഥത്തിലും കേരളത്തിനെ ഒതുക്കാൻ വേണ്ടി നോക്കുന്ന ഒരു പ്രകൃതി ദുരന്തം ഉണ്ടാകുമ്പോൾ രാഷ്ട്രീയം കളിക്കുന്നത് ശരിയല്ല. ഇത് മനസ്സിലാക്കാൻ ഇവർക്ക് കഴിയുന്നില്ല. കേരളം എന്താണെന്ന് പോലും ഇവർ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ഒരുപാട് സുഹൃത്തുക്കൾ താങ്കൾ സൂചിപ്പിച്ച പോലെ ഞങ്ങളുടെ തന്നെ ഇപ്പോൾ ഒരു അന്വേഷണത്തിൽ തുടക്കം എന്ന് പറഞ്ഞാൽ എൻ്റെ സിനിമയുടെ ഡബ്ബിംഗ് ജോലികൾ നടക്കുന്നതിൻ്റെ ഇടയ്ക്കാണ് പെട്ടെന്ന് നിങ്ങളുടെ കൂട്ടായ്മയോടുകൂടി ഞങ്ങൾ ഈ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് എടുത്ത്. കാരണം മറ്റൊന്നുമില്ല, സാമൂഹ്യ പ്രതിബദ്ധതയോടുകൂടി തന്നെ കേരളത്തിലെ ജനങ്ങൾ ഒന്നടങ്കം നിൽക്കുകയാണ്. ഫേസ്ബുക്കിൽ ഇരുന്നു കൊണ്ട് കുത്തിത്തിരിപ്പുണ്ടാക്കുന്ന ആളുകൾ മനസ്സിലാക്കുന്നില്ല ഗ്രൗണ്ട് റിയാലിറ്റി എന്താണെന്നും. അവിടെ എല്ലാ സന്നദ്ധ പ്രവർത്തകരും കൊടിയുടെ നിറമില്ലാതെ ജാതി മതഭേദമന്യേ എല്ലാവരും ഒത്തൊരുമിച്ച് നിൽക്കുകയാണ്. ഒരു സർക്കാരിൻ്റെ കീഴിൽ ഇത്രയും മനോഹരമായി എത്രയും പെട്ടെന്ന് അല്ല നിഷാദ്, ഈ പൂത്ത ബ്രെഡുമായി ഇറങ്ങിയ കുറേ ആളുകളുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഭക്ഷണത്തിൻ്റെ ചുമതലയുള്ളത് റവന്യൂ വകുപ്പിനാണ്. റവന്യൂ മന്ത്രി പറഞ്ഞത് ബ്രെഡേ കൊടുത്തിട്ടില്ല, പിന്നെ എങ്ങനെയാണ് കൊടുക്കാത്ത ബ്രെഡ് പൂക്കുക എന്നുള്ളതാണ്. അങ്ങനെ പൂത്തുപോയ ചില
പരിശ്രമങ്ങളോ വിവാദങ്ങളോ ഇതിനിടയിൽ തന്നെ കെട്ടടങ്ങിയിട്ടുണ്ട്. ഞാനിന്ന് ഉച്ചയ്ക്ക് ഇതുപോലെ തന്നെ വാർത്ത ചെയ്യുന്ന സമയത്ത് 1 മണിക്ക് ശേഷമാണ് നോക്കുമ്പോൾ പിന്നെ ചൂരൽമലയിലും പരിസര പ്രദേശങ്ങളിലുമൊക്കെ മുകളിലോട്ടുമൊക്കെ റവന്യൂ വകുപ്പിൻ്റെ മേപ്പാടിയിലെ ഗവൺമെൻറ് പോളിടെക്നിക്കിൽ തയ്യാറാക്കപ്പെട്ട അടുക്കളയിൽ തയ്യാറാക്കപ്പെട്ട ഭക്ഷണം പാക്ക് ചെയ്ത് കൊണ്ടുവന്ന് വിവിധ കോർണറുകളിൽ വെക്കുന്നു. അവിടേക്ക് തന്നെ ഈ സന്നദ്ധ പ്രവർത്തകർക്കും ഭക്ഷണം സർക്കാരിനെ ഏൽപ്പിക്കാം, അതും വിതരണം ചെയ്യാം. അങ്ങനെ അവിടെ എല്ലാം ഈ തെരച്ചിലൊക്കെ നടത്തുന്ന മനുഷ്യർ JCBക്കകത്തും ഈറ്റാച്ചിക്കകത്തും അവിടെയൊക്കെ താഴെയൊന്നും ഇരിക്കാൻ വയ്യ, ചെളിയാണല്ലോ നിറച്ച്. അപ്പോൾ അങ്ങനെയൊക്കെ സ്ഥലം കണ്ടെത്തി ഇതിനിടയിൽ ഈ സേവന പ്രവർത്തനങ്ങൾക്കിടയിൽ നന്നായി ഭക്ഷണം കഴിച്ച് സമാധാനത്തോടെ വെള്ളവും കുടിച്ച് എല്ലാ തരത്തിലും അവരവരുടെ ജോലിയിലേക്ക് പോവുകയാണ്. പക്ഷേ ഇങ്ങനെ പൂത്ത ബ്രെഡും കഥയും മെനഞ്ഞു വന്നവരൊക്കെ പൂത്തുപോയൊരവസ്ഥ മുമ്പ് സോഷ്യൽ മീഡിയയിലെ ചില പ്രചാരണങ്ങളെക്കുറിച്ച് പറഞ്ഞതുകൊണ്ടാണ് ഞാനത് ഒന്ന് ഓർത്തത്. നിഷാദ്, അല്ല, അത് കാലാകാലങ്ങളിലായി ഇവർ തുടങ്ങി വെച്ചിരിക്കുന്നതല്ലേ ഇത്. കേരളത്തിൽ ഇതിനു മുമ്പ് നിപ്പ വന്നപ്പോഴും കോവിഡ് വന്നപ്പോഴും 2018 സമാനതകളില്ലാത്ത പ്രളയം വന്നപ്പോൾ എങ്ങനെയാണ് കേരളത്തെ നശിപ്പിക്കാൻ വേണ്ടി നോക്കിയെന്നുള്ളത് നമ്മൾ കണ്ടതാണ്. എന്നാലും കേരളം തോറ്റ ജനതയല്ല. ഒറ്റക്കെട്ടായിട്ട് അവിടെ കൊടിയുടെ നിറവില്ലാതെ ജാതിപത ഭേദമന്യേ ഒറ്റക്കെട്ടായിട്ട് എല്ലാവരും ഇറങ്ങിയത് കൊണ്ടാണല്ലോ കേരളം ഇന്ന് നിലനിൽക്കുന്നത്. അത് മറ്റുള്ളവർക്കൊരു മാതൃകയാണ്. കേരളത്തിനെ മാത്രം അങ്ങനെ ഒതുക്കാൻ പറ്റില്ല എന്ന് കേരളീയർ കാണിക്കുന്നത് കൊണ്ട് തന്നെയാണല്ലോ തീർച്ചയായിട്ടും ഈ പൂത്ത ബ്രെഡെല്ലാം പൂത്ത് തന്നെ ഇരിക്കുകയും അവിടെ ഈ ബ്രെഡ് കൊടുത്തിട്ടില്ല എന്നാണ് മന്ത്രി പറയുന്നത്. അങ്ങനെയുള്ളിടത്തെങ്ങനെ ഇത് വരുന്നത്? അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത്തരം കാര്യങ്ങളല്ല. ഇപ്പോൾ ഞാനിതിൻ്റെ കൂടെ ഒന്ന് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. 2018 ശേഷം സിവിൽ ഡിഫൻസ് ട്രെയിനിങ് എന്നുള്ളൊരു സമ്പ്രദായം കേരള സർക്കാർ കൊണ്ടുവന്നിട്ടുണ്ട്. ഇന്ത്യയിൽ ഏറ്റവും ശ്ലാഘനീയമായ കാര്യമാണ്. സിവിൽ ഡിഫൻസിന് ഏതൊരു സിവിലിന് വേണമെങ്കിലും അതിൽ പങ്കാളിയാവാം. സന്നദ്ധ സംഘടനയിൽ പങ്കെടുക്കണമെന്ന് ആഗ്രഹമുള്ള ഒരു ട്രെയിനിങ് ഓൺലൈനായിട്ടും അല്ലാതെയും ഫയർ ആൻഡ് റെസ്ക്യൂ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് ട്രെയിനിങ് കൊടുക്കുകയും ഒരു സമാന്തര ആർമി കേരളത്തിൽ പിന്നെ ഇതുപോലെയുള്ള പ്രകൃതി ദുരന്തം വന്നു കഴിഞ്ഞാൽ ഇത്രയും അലാമിങ് സിറ്റുവേഷനിൽ എങ്ങനെ നേരിടണമെന്നുള്ളത് സർക്കാരിൻ്റെ കീഴിലുള്ള ഒരു വലിയ സേനയെ തന്നെ നമുക്ക് രൂപപ്പെടുത്താൻ പറ്റി. ഇപ്പോൾ വയനാട് നടന്നുകൊണ്ടിരിക്കുന്നത് സൈന്യവും സർക്കാർ സംവിധാനങ്ങളും ഒറ്റക്കെട്ടായിട്ട് സന്നദ്ധ പ്രവർത്തകർ ഒറ്റക്കെട്ടായിട്ട് നിന്നുകൊണ്ട് ആ നാടിനെ തിരിച്ചെടുത്തുകൊണ്ട് വന്നിരിക്കുകയാണ്. ഇതൊരു നിസ്സാര കാര്യമല്ല. ഇതെവിടെയും ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയമാണ്. കേരളത്തിലെ മാധ്യമ പ്രവർത്തകരെല്ലാവരും തന്നെ ഇത്തരം കാര്യങ്ങളിൽ നമ്മുടെ നാടിനെതിരായിട്ട് നടക്കുന്ന കുൽസിത ശ്രമങ്ങളെ തകർക്കുക തന്നെ വേണം, അത് ചെറുത്ത് പരാജയപ്പെടുകയും തന്നെ വേണം എന്നുള്ളതാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. ഇതിൽ രാഷ്ട്രീയം കലർത്തേണ്ട കാര്യമില്ല. ഇതിലാരാണ് രാഷ്ട്രീയം കളിക്കുന്നതെന്നുള്ളത് വളരെ വ്യക്തമായിട്ടറിയാം. ഇപ്പോൾ ന്യൂസ് മിനിറ്റ് പോലെ ഉള്ളൊരു ചാനൽ വളരെ ബോൾഡായിട്ട് ഇത്തരം കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തുമ്പോൾ എത്ര മാധ്യമങ്ങൾ അത് ഏറ്റെടുത്തു? ഒന്നും വേണ്ട, നമ്മുടെ കേരളത്തിലുള്ള എത്ര മാധ്യമങ്ങൾ അത് ഏറ്റെടുക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും നമ്മളെ വേദനിപ്പിക്കുന്ന കാര്യം. അത് ഏറ്റെടുത്ത് ഇതാണ് സത്യാവസ്ഥ എന്നുള്ള ജനങ്ങളെ അറിയിക്കണ്ടേ? എത്രമാത്രം കള്ളം, ഒരു കള്ളം 10 തവണ പറഞ്ഞാൽ അത് സത്യമായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇത്തരം പിന്നെ പ്രചരണങ്ങളെ തള്ളിക്കളയുക തന്നെ വേണം. എന്നിരുന്നാലും ഇപ്പോൾ CM മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പൈസ കൊടുക്കരുത് എന്ന് പറഞ്ഞൊരു വിഭാഗം, അതിനെയൊക്കെ ചേർത്ത് നിർത്തിക്കൊണ്ട് കേരളത്തിലെ സാഹിത്യകാരന്മാർ മാത്രമല്ല സാംസ്കാരിക രംഗത്ത് മാത്രമല്ല സിനിമാ രംഗത്തുള്ളവരെല്ലാവരും തന്നെ ഒറ്റക്കെട്ടായിട്ട്, ഇപ്പോൾ ഞങ്ങളൊക്കെ തന്നെ ഇപ്പോൾ ഒരു കാര്യം ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ മറ്റുള്ളവർക്കും അതൊരു ഇൻസ്പിറേഷൻ ആവാനാണ്. ഇന്ന് തന്നെ ഞങ്ങൾ ഈ പ്രവൃത്തി ചെയ്ത ശേഷം ഒരുപാട് സിനിമ സെറ്റുകളിൽ നിന്നും മറ്റ് സംഘടനകളിൽ നിന്നും എല്ലാം പിന്നെ അവരും ഇത് മുന്നോട്ട് വരികയാണ്. അത് റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് അനുസരിച്ച് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ പറഞ്ഞിട്ടുണ്ട്. റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് അനുസരിച്ച് നമുക്കറിയാം ഇതെങ്ങനെയാണ് ചിലവഴിക്കുന്നത്, എങ്ങോട്ടാണ് പോകുന്നതെന്നൊക്കെയുള്ള വ്യക്തമായ ധാരണയുണ്ട്. പിന്നെ കള്ളപ്രചരണങ്ങൾ, ഒരു സ്മാർട്ട് ഫോണും കയ്യിൽ വെച്ചുകൊണ്ട് മുക്കിലും മൂലയിലും ഇരുന്ന് ഒരു കള്ള ഐഡിയയിൽ എന്തും കുത്തിക്കുറിക്കാവുന്നൊരു കാലഘട്ടമാണിത്. അതൊക്കെ സത്യമാവണമെന്നില്ല. ഇപ്പോൾ ഏറ്റവും വലിയൊരു ഉദാഹരണം പറയാം. ഈ BJPയുടെ അല്ലെങ്കിൽ ഞാൻ പേരെടുത്ത് പറയാൻ ആഗ്രഹിക്കുകയാണ്, സംഘപരിവാർ അനുകൂല പല പോസ്റ്റുകളിലും നടി നിഖില വിമൽ അവർ ഈ ഒരു സന്നദ്ധ പ്രവർത്തനത്തിൽ ഏർപ്പെട്ട് നിഖില വിമൽ അവരെടുക്കുമ്പോൾ അവർക്കൊരു കുറിയിട്ട് RSSൻ്റെ പ്രവർത്തക പിന്നെ റെസ്ക്യൂ ക്യാമ്പിൽ ഇരുന്നെങ്കിലും ചെയ്യുന്നു എന്ന് പറഞ്ഞ് വ്യാജ പോസ്റ്റർ അടിച്ച് മാറ്റാൻ യാതൊരു മടിയില്ലാത്തൊരു ഇനമാണ്. പക്ഷേ ഇതിനെയൊക്കെ നമ്മൾ പുച്ഛിച്ച് പുറത്തുമ്പോൾ തന്നെ ഒരു വിഭാഗത്തെ സ്വാധീനിക്കാൻ ഇവർക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഒരു അലാമിങ് സിറ്റുവേഷൻ തന്നെയാണ്. തീർച്ചയായിട്ടും കുറച്ചും കൂടിയൊക്കെ ഒരു സിവിൽ സെൻസ് വേണം, കുറച്ചും കൂടി എഡ്യൂക്കേറ്റഡ് ആയിരിക്കേണ്ടത്. നമ്മൾ സാക്ഷര കേരളം എന്നൊക്കെ പറയുമെങ്കിലും ഇത്തരം വർഗീയ മനസ്സോടുകൂടിയും ഇത്തരം ഫാസിസ്റ്റ് ചിന്താഗതിയോടുകൂടിയും കേരളത്തിനെതിരായിട്ട് ശക്തമായ കള്ളങ്ങൾ പ്രചരിപ്പിക്കുകയും ചെയ്യുന്നതിനെ ചെറുത്ത് തോൽപ്പിക്കാൻ നമ്മുടെ മാധ്യമ രംഗത്തുനിന്നുള്ളവർ മുന്നോട്ട് വരണമെന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. അപ്പോൾ അതുകൊണ്ട് ശരത്തിൻ്റെ ചോദ്യത്തിലുള്ള ഏറ്റവും പ്രസക്തമായ ചോദ്യത്തിലുള്ള ഏറ്റവും
എനിക്ക് പറയാനുള്ളൊരു ലേമാൻ മറുപടിയാണിത്. കാരണം ഇത് ദൂരവ്യാപകമായി നമുക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാം. നമ്മളെ സഹായിക്കാൻ മുന്നോട്ട് വരുന്നവരെ തടയുന്ന രീതി, നമ്മളിൽ ആശയക്കുഴപ്പമുണ്ടാക്കുന്ന രീതി, നമ്മളുടെ മനസ്സുകളിൽ തന്നെ തമ്മിൽ അകൽച്ച ഉണ്ടാക്കുന്ന രീതി, ഇതൊക്കെ എത്ര നാൾ കൊണ്ടുണ്ടായത്? കഴിഞ്ഞൊരു 10-12 വർഷമായിട്ടല്ലേ ഇത് കൂടുതൽ. അതിനു മുമ്പ് അങ്ങനെ ഒരു സംഭവം ഉണ്ടായോ? കേരളത്തിൽ എങ്ങനെയാണ് കേരളത്തിൽ ഇന്നും ദൈവകൃപയാൽ ഇപ്പോഴും ഒരു കുഴപ്പവുമില്ലാതെ നമ്മൾ മുന്നോട്ട് പോകുന്നുണ്ട്. പക്ഷേ എത്ര നാൾ എന്നുള്ളതാണ് ഒരു ചോദ്യചിഹ്നമായി എൻ്റെയും നിങ്ങളുടെയും മുന്നിൽ നിൽക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും കേരളം ഒന്നടങ്കം ഇത്തരം കുൽസിത പ്രവർത്തനങ്ങൾക്കെതിരെ, ഇത്തരം ദുഷ്പ്രവൃത്തികൾക്ക്, ഇത്തരം കള്ളങ്ങൾക്കെതിരെ ശക്തമായി നേരിടുക തന്നെ വേണം. ഇത് നമുക്കല്ല, അടുത്ത തലമുറയെ തന്നെ അത് ബാധിക്കുന്ന വിഷയമാണ്. മനുഷ്യൻ്റെ മനസ്സിൽ മതിലുകൾ കെട്ടുകയല്ല വേണ്ട, മനുഷ്യൻ്റെ മനസ്സിൽ കുറച്ചും കൂടി വിശാലമായി ചിന്തിക്കുന്ന ഒരു രീതിയാണ് വേണ്ടത്. ആ രീതിയിലേക്ക് നമ്മൾ പോകണം. തീർച്ചയായിട്ടും അതിന് നമുക്ക് കഴിയും. കേരളം ഒന്നടങ്കം നിൽക്കണം എന്നുള്ളതാണ് ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്. റൈറ്റ്. ഇതിൽ വരുന്നൊരു പ്രശ്നം, ഇപ്പം നിഷാദ് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. അത്തരം ഏറ്റവും ഹീനമായിട്ടുള്ള അങ്ങേയറ്റം കള്ളം നിറഞ്ഞ പ്രചാരണം, കള്ളത്തരം മാത്രം നിറച്ച പ്രചാരണം നടത്തുക, അത് കുറേ ആളുകളെ വിശ്വസിപ്പിക്കുക, അതാണ് ശരി എന്ന് ധരിപ്പിക്കുക എന്ന നിലയിലുള്ള ഒരു വലിയ പ്രക്രിയ കേരളത്തിൽ നടക്കുന്നുണ്ട്. അതിനെ അടക്കം അതിജീവിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ് ആകെയും നടക്കുന്നത്. ഈ കാര്യങ്ങൾ ഓരോന്നും ചൂണ്ടിക്കാട്ടുമ്പോൾ അത് തള്ളാണ് എന്ന് തെറ്റിദ്ധരിക്കുകയോ അല്ലെങ്കിൽ അങ്ങനെ മാത്രം വിശ്വസിക്കാനോ ആഗ്രഹിക്കുന്ന മനുഷ്യരുടെ ഇടയിൽ കൂടിയാണ് ഈ യാഥാർത്ഥ്യങ്ങൾ ഓരോന്നായി പറയുന്നത് എന്നത് അടിവരയിട്ട് തന്നെ പറഞ്ഞു പോകേണ്ട കാര്യമാണ്. നേരത്തെ നിഷാദ് ഇപ്പോൾ സിവിൽ ഡിഫൻസ് ടീമിനെ കുറിച്ച് സൂചിപ്പിച്ചു. നമ്മൾ ആളുകൾ എത്രമാത്രം അത് മനസ്സിലാക്കുന്നുണ്ട് എന്ന് ഇന്നുച്ചയ്ക്ക് ഞാൻ സൂചിപ്പിച്ചതുപോലെ ഇതേ സിവിൽ ഡിഫൻസ് ടീമിൽപ്പെട്ട ആളുകൾ ഞങ്ങളുടെ മാധ്യമപ്രവർത്തകരോടൊക്കെ സുഹൃത്തുക്കളോടൊക്കെ അവിടെ സംസാരിക്കുന്നിട്ടു അവർക്ക് കിട്ടിയ ട്രെയിനിങ്ങിനെ കുറിച്ച്. നമ്മൾ പ്രളയത്തിന് ശേഷം ഇതുപോലൊക്കെയുള്ള അവസ്ഥയുണ്ടാകുമ്പോൾ ഇപ്പോൾ സൈന്യമാണ് ഏറ്റവും പരമമായ വളരെ ശക്തമായ ഈ രക്ഷാപ്രവർത്തനത്തിൻ്റെ മുൻപിൽ നിൽക്കുന്ന ടീം, സംശയമൊന്നുമില്ല. പക്ഷേ അവർക്കൊപ്പം തന്നെ നമ്മുടെ നാടിൻ്റെ സംസ്ഥാനത്തിൻ്റെ ഏജൻസികൾ ഏറ്റവും ശക്തമായി ഇപ്പോൾ അതെല്ലാം തുറന്നു പറയാനോ വിശദീകരിക്കാനോ അവരടക്കം വരുന്നതുകൊണ്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കുറേയൊക്കെ മാധ്യമങ്ങളിലൂടെയും സമൂഹ മാധ്യമങ്ങളിലൂടെ നമ്മൾ അറിയുന്നു. ഈ സിവിൽ ഡിഫൻസ് ടീമിലെ വളരെ പ്രധാനപ്പെട്ട ഒരു സംവിധാനമാണ് സംസ്ഥാനത്തിൻ്റെ ഫയർ ആൻഡ് റെസ്ക്യൂ ടീം. അവർ കൊടുക്കുന്ന പരിശീലനം വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മൾ അവിടെ സൈന്യത്തിൻ്റെ നേതൃത്വത്തിൽ പണിത ബെയിലി പാലം, അത് നമ്മൾക്ക് അത് വളരെ വലിയ സഹായമായി. പക്ഷേ ഓർത്തു നോക്കൂ, അതിൻ്റെയും തലേ ദിവസം, അതായത് ഇന്നിപ്പോൾ 8ാം ദിവസമാണ് ഈ വിഷയമുണ്ടായി. കഴിഞ്ഞ ചൊവ്വാഴ്ച പുലർച്ചെ ലോകമിതറിഞ്ഞ ശേഷം ആ പകൽ മുഴുവൻ നമ്മുടെ ഫയർ ആൻഡ് റെസ്ക്യൂ ടീം അവരുടെ ഈ പറഞ്ഞ വലിയ വാഹനത്തിൽ, നമ്മളൊക്കെ ഈ റോഡിൽ പോകുമ്പോൾ കാണുന്ന ഏണികളുണ്ടല്ലോ, കെട്ടിവെച്ചിട്ടുള്ള ഏണികൾ കൊണ്ടുവന്ന് ആ ഏണികൾ കൂട്ടിക്കെട്ടി ഉണ്ടാക്കിയ ഒരു മനുഷ്യന് കടന്നു പോകാവുന്ന ദൂരത്തിൽ ആ കുത്തിയൊഴുകുന്ന നദിക്ക് കുറുകെ തയ്യാറാക്കപ്പെട്ട ഒരു താൽക്കാലിക പാലമുണ്ട്. നമ്മുടെ ഫയർ ആൻഡ് റെസ്ക്യൂ ടീം തയ്യാറാക്കിയതാണ്. അതിലൂടെയാണ് ആയിരക്കണക്കിന് മനുഷ്യരെ നമ്മൾ അന്നേ ദിവസം സൈന്യം പിന്നാലെ ഞാൻ പറഞ്ഞതാണ്, സൈന്യം വരേണ്ടതാണ്. സൈന്യം വരുമ്പോൾ അതിനുവേണ്ടി മാത്രം ഗംഗാവാലി പുഴയുടെ തീരത്ത് ബാക്കി എല്ലാവരും കാത്തിരുന്ന ഓർമ്മയുണ്ട് അർജുൻ്റെ തെരച്ചിലിൻ്റെ സമയത്ത്, ഒന്നും ചെയ്യാനാവാതെ. പക്ഷേ ഇവിടെ നമ്മളങ്ങനെ ഇരിക്കുകയായിരുന്നില്ല. ഈ സിവിൽ ഡിഫൻസ് ടീമും ഇവിടുത്തെ സന്നദ്ധ പ്രവർത്തകരും അതുപോലെ തന്നെ ഫയർ ആൻഡ് റെസ്ക്യൂ ടീമും കേരള പോലീസും വനം വകുപ്പും ഇവരെല്ലാവരും ചേർന്ന് അങ്ങനെ ഉണ്ടാക്കിയ ഒരു താൽക്കാലിക സംവിധാനത്തിലൂടെ മനുഷ്യരെ രക്ഷിച്ച് ഇപ്പുറത്ത് ക്യാമ്പിലേക്കും ആശുപത്രിയിലേക്കും എത്തിച്ചു. അതുകൊണ്ടാണ് നമുക്ക് ആ വലിയ ദുരന്തത്തിന് ശേഷം ഒറ്റപ്പെട്ടുപോയ മനുഷ്യരെ, അകപ്പെട്ടുപോയ മനുഷ്യരെ ആരോഗ്യത്തോടെ ജീവനോടെ കൂടുതൽ തിരിച്ചു കൊണ്ടുവരാൻ കഴിഞ്ഞത്. മന്ത്രി ശ്രീ രാജൻ നമ്മൾക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീ രാജൻ, താങ്കൾ കഴിഞ്ഞ ഒരാഴ്ച കാലമായി അവിടെ ക്യാമ്പ് ചെയ്ത് താങ്കളും അതുപോലെ മുഹമ്മദ് റിയാസും മറ്റു മന്ത്രിമാരെല്ലാവരും, ശശീന്ദ്രനും, ഇന്നിപ്പോൾ സജി ചെറിയാനും ഇന്നലെ മുതൽ അവിടെ നമ്മൾ ഇദ്ദേഹത്തെ കണ്ടു, വി ശിവൻകുട്ടിയെ കണ്ടു, പി രാജീവിനെ കഴിഞ്ഞ ദിവസം കണ്ടു, എം പി രാജേഷിനെ കണ്ടു, ആരോഗ്യമന്ത്രിയെ കണ്ടു, മുഖ്യമന്ത്രി വന്നുപോയി, ഉദ്യോഗസ്ഥ സംവിധാനം, സന്നദ്ധ പ്രവർത്തകർ, ഇതെല്ലാം അടങ്ങുന്ന ഒരു വലിയ സംവിധാനം, ഒരു വലിയ ശക്തിയായി ആത്മവിശ്വാസം പകർന്ന് പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഒരാഴ്ച പിന്നിട്ട് ഇത് 8ാം ദിവസമാണ്. അപ്പോൾ എനിക്ക് എല്ലാം വിശദീകരിച്ച് സംസാരിക്കുന്നതുകൊണ്ട് തന്നെ എനിക്ക് മിനിസ്റ്ററോട് ചോദിക്കാനുള്ളൊരു കാര്യം, ഈ ഒരാഴ്ച കാലത്തിനിടയിൽ പെട്ടെന്ന് ഞാൻ ചോദിക്കുമ്പോൾ ഏറ്റവും അവിസ്മരണീയമായി തോന്നിയ ഒരു അനുഭവം രക്ഷാദൗത്യത്തിൻ്റെ, നമ്മളിപ്പോൾ തെരച്ചിലാണ് നടത്തുന്നത്, രക്ഷാദൗത്യത്തിൻ്റെ ആ ദിവസങ്ങളിലെ കണ്ണ് നിറയിച്ച അവിസ്മരണീയമായ ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ, മന്ത്രി എന്ന നിലയിൽ ഒക്കെ താങ്കളുടെ മനസ്സിലൊരു അവിസ്മരണീയമായ അനുഭവം എന്താണ് എന്ന് ചോദിച്ചാൽ എന്തു പറയും? ഓർമ്മകൾ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നൊരു അന്തരീക്ഷമാണ്. അപ്പോൾ അതുകൊണ്ട് ഏതെങ്കിലും ഒന്നിലേക്ക് കയറി പറയാനും പറ്റില്ല. അത്രയേറെ ഒരു 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 കടലിരമ്പം പോലെ മനസ്സിലിങ്ങനെ ആ സമയങ്ങളിങ്ങനെ ഓർത്തു പോവുകയാണ്. രാവിലെ പുലർച്ചെ 4:30 മണി കഴിയുന്ന നേരത്താണ് ഞങ്ങൾ 3 മണിക്ക് തന്നെ ഉണർന്നെഴുന്നേറ്റ് ഈ പരിപാടികൾ
2:30 മണി കഴിയുന്നതോടുകൂടി വിവരം അറിഞ്ഞ് തുടർച്ചയായിട്ടുള്ള പരിപാടികളിലേക്ക് പോകുമ്പോൾ 4:30 മണിക്ക് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ എഴുന്നേറ്റ് വിളിക്കുകയാണ്. രാവിലെ ഹെലികോപ്റ്റർ സംഘടിപ്പിച്ച് ആദ്യം ഈ അപകട സ്ഥലത്തേക്ക് എത്തണമെന്നാവശ്യപ്പെട്ടുകൊണ്ട്. പിന്നീട് ഞാനും ബഹുമാനപ്പെട്ട മുഹമ്മദ് റിയാസ് മിനിസ്റ്ററും ശ്രീ OR കേളു മിനിസ്റ്ററും കൂടി പ്രത്യേക ഹെലി ലിഫ്റ്റിങ്ങിലേക്ക് ഇവിടെ എത്തിച്ചേരുമ്പോൾ ഇവിടെ AK ശശീന്ദ്രൻ മിനിസ്റ്ററും കടന്നപ്പള്ളി മിനിസ്റ്ററും ഓൾറെഡി വന്ന് നിൽക്കുന്നു. ഞങ്ങളെല്ലാവരും കൂടി വരുമ്പോൾ നമ്മുടെ മുമ്പിലുണ്ടായിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഈ പുഴയ്ക്ക് നേരത്തെ ശരത്ത് തന്നെയാണെന്ന് തോന്നുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്, ഞാനത് കേൾക്കുകയായിരുന്നു, കാണുന്നില്ല. ഈ പുഴയ്ക്കപ്പുറം സംഹാരരുദ്രയായി ഒഴുകുന്ന ഈ പുഴയ്ക്കപ്പുറം കിടക്കാൻ ഒരു വഴിയും കാണുന്നില്ല. NDRFൻ്റെ സംഘം എത്തിച്ചേർന്ന് ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന മാധ്യമപ്രവർത്തകർ നിൽക്കുന്ന ബെയിലി ബ്രിഡ്ജിനോട് ചേർന്നുള്ള അമ്പലത്തിൻ്റെ ഭാഗമായിട്ടുള്ള ആലിൽ ഒരു വടം കെട്ടി മറ്റേ വടം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു JCBയുടെ അറ്റത്ത് കെട്ടി ഒറ്റപ്പെട്ട് നിൽക്കുന്ന ആളുകളെ ഈ വടത്തിലൂടെ കൊണ്ടുവരിക എന്ന പ്രക്രിയ നടക്കുകയാണ്. അവിടെ വന്നിരുന്നപ്പോഴാണ് നമ്മൾ പിന്നെ മനസ്സിലാക്കുന്നത് മുണ്ടക്കയിൽ ഏതാണ്ട് 200-250 ആളുകൾ, അതുപോലെ തന്നെ മസ്ജിദിൻ്റെ സമീപം, ബംഗ്ലാവിൻ്റെ സമീപം, റിസോർട്ടിൻ്റെ സമീപം, ഇങ്ങനെ 4 കേന്ദ്രങ്ങളിലായി സംഘടിച്ച് തുടർച്ചയായി നമ്മളെ വിളിച്ച ആളുകൾ നിൽക്കുകയാണ്. ശരത്ത് ഇങ്ങോട്ട് വരാൻ ഒരു മാർഗവുമില്ല. എങ്ങനെ അവരെ കൊണ്ടുവരും? ഇത്രയും ആളുകൾ അന്ന് രാത്രി അവിടെ നിന്നാൽ അവർ പാനിക്കായി നമുക്ക് ചിലപ്പോൾ നഷ്ടപ്പെടുക പോലെ ചെയ്യും. ഈ പുഴയുടെ പുറത്തേക്ക് കടക്കാനുള്ള മാർഗങ്ങളൊന്നുമില്ല. വളരെ കൃത്യതയോടുകൂടി വളരെ പ്രയാസകരമായിട്ടുള്ള മൃതശരീരങ്ങളുടെ നടുവിൽ കരളുറപ്പോടെ ഞങ്ങൾ നിന്ന് ഒരു പരിപാടി തയ്യാറാക്കി. അതാണ് അതിൽ ഏറ്റവും പ്രധാനം. ഒന്ന്, ഈ ആളുകളുടെ സംഘത്തിലേക്ക്, ആളുകൾ ഉള്ളിടത്തേക്ക് 3 NDRFകാരെയും 3 പ്രാദേശിക പ്രവർത്തകരെയും അവർക്കാവശ്യമായിട്ടുള്ള ഭക്ഷണവും വെള്ളവും എത്തിക്കുക, ഒന്നാമത്തെ കാര്യം. 2, വൈകുന്തോറും പ്രയാസമുണ്ടാകും എന്നുള്ളത് കൊണ്ട് ആ കേന്ദ്രങ്ങളിൽ മുഴുവൻ ആസ്ക ലൈറ്റുകൾ എത്തിക്കുക. കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആസ്ക ലൈറ്റുകൾ അതിവേഗം ഇങ്ങോട്ട് പ്രവേശിച്ചു. മൂന്നാമത്തെ കാര്യം, ഇപ്പോൾ കാണുന്ന പുഴയ്ക്ക് സമീപത്തേക്ക് വിവിധ സ്ഥലങ്ങളിലിരിക്കുന്ന ആളുകളെ അകത്തുള്ള 3 വെഹിക്കിളുകൾ ഉൾപ്പെടെ നടത്തിയോ ഓടിച്ചോ എങ്ങനെയെങ്കിലും കൊണ്ടുവന്ന് പുഴ കരയിലേക്ക് എത്തിക്കുക. അപ്പോൾ ഇപ്പുറത്ത് നിൽക്കുന്ന ആളുകളെ കണ്ടെങ്കിലും അവർക്കൊരു സൗകര്യമൊരുക്കും. ഒന്നും ഉണ്ടായില്ലെങ്കിലും പുഴയ്ക്കക്കരെ നിന്ന് ഇവർക്ക് എന്തെങ്കിലും മാനസികമായി പ്രശ്നമുണ്ടാകുമോ എന്ന് പേടിച്ചിരിക്കുന്ന സമയത്താണ് നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ പുഴയുടെ ഉഴക്കു കുറഞ്ഞ ഒരു ഭാഗത്ത് നമ്മൾ ഈ നേരത്തെ പറഞ്ഞ എല്ലാ വിശദീകരണങ്ങളോടും കൂടി നിലവിലുള്ള നമ്മുടെ ഫോഴ്സ് പൂർണ്ണമായും പങ്കാളിയാക്കിക്കൊണ്ട് കോണി ഉൾപ്പെടെ വെച്ച് വടം കെട്ടിപ്പിടിച്ച് ചവിട്ടിയാൽ ചതുപ്പിലേക്ക് ഇറങ്ങിപ്പോകാവുന്ന ഒരു ചെറിയ പീഡികത്തിണ്ണയുടെ ഒഴിവുള്ള വഴിയിലൂടെ 486 ആളുകളെ അന്ന് 7:30 മണി കഴിയുമ്പോഴേക്ക് നമുക്ക് പുറത്തെത്തിക്കാനായി. ആ പുറത്തെത്തിച്ചവരുടെ മനസ്സിൽ കാണുന്ന ഒരു സന്തോഷമുണ്ടല്ലോ, അതിനേക്കാൾ വലിയൊരു രക്ഷാപ്രവർത്തന ദൗത്യം. അത് കഴിയുന്നതോടുകൂടി നമ്മൾ രാത്രി ഏറെ വൈകിയും കൊണ്ടു നടന്ന ആസ്കാലൈറ്റുകൾ വെച്ച് തൊഴിലാളികളെ, അന്യസംസ്ഥാന തൊഴിലാളികളെ പുറത്തേക്ക് ഇറക്കി. പിറ്റേന്ന് രാത്രി പ്രശ്നമുണ്ടാകുമെന്ന് കാണുമ്പോൾ ആറാമല, അട്ടമല പ്രദേശത്തെ മസ്ജിദിലിരിക്കുന്ന പിന്നെ ഒരു ഉസ്താദ് ഉൾപ്പെടെയുള്ള 11 പേർ, പിന്നെ വനറാണിയിലിരിക്കുന്നവർ, അവരെ പിറ്റേന്ന് രാവിലെ 10 മണിയാകുമ്പോഴേക്ക് ജീവനുള്ള മുഴുവൻ ആളുകളെയും പുറത്തേക്ക് എത്തിക്കാൻ കഴിയുന്നതിലുള്ള ഒരു സന്തോഷം പങ്കുവെക്കാൻ കഴിയുന്നതിനേക്കാൾ വലുതാണ് ആ ദുരന്ത ഘട്ടത്തിൽ. അത് നമ്മളെ ആ ഘട്ടത്തിൽ നമുക്ക് നൽകിയിട്ടുള്ള ആവേശം ചെറുതായിരുന്നില്ല. ഞാൻ ആദ്യത്തെ ദിവസത്തെ കഥയാണ് പറഞ്ഞത്. ഇന്ന് ദിവസം നിൽക്കുമ്പോൾ ഞങ്ങളിന്ന് ഞാനും ശശീന്ദ്ര മിനിസ്റ്ററും കൂടി പഞ്ചാരിമറ്റത്തിൻ്റെ എത്താവുന്ന ഏറ്റവും അറ്റത്തെത്തി. പിന്നെയും വേണമെങ്കിൽ മുകളിലേക്ക് കയറി പോകാമെങ്കിലും സാധ്യതകളനുസരിച്ച് അറ്റം വരെ എത്തി. അവിടെ ചേനൻ എന്നൊരു ആദിവാസിയുണ്ട്, അദ്ദേഹത്തിനൊരു വീടുമുണ്ട്. അദ്ദേഹം പക്ഷേ അതിനും മുകളിലുള്ള കുന്നിലേക്ക് ഭാര്യയും കൊണ്ട് ഈ ദുരന്തം നടക്കുമ്പോഴും കയറിപ്പോയിരിക്കുകയാണ്. അദ്ദേഹം തേനെടുത്ത് വിൽക്കുന്ന ഒരു ആദിവാസിയാണ്. ഞങ്ങൾക്ക് തേൻ കൊണ്ടുവന്ന് തന്നു. എന്നിട്ട് ഞങ്ങളോട് കഥ വിവരിച്ചു. അപ്പോൾ ചേതനോട് ഞങ്ങൾ ചോദിച്ചു, എപ്പോഴാണ് ഈ വിവരം അറിഞ്ഞത്? ചേതൻ പറഞ്ഞു, ആദ്യം അറിഞ്ഞയാൾ ഞാനാണ്, ഏറ്റവും മുകളിലേക്ക് ഈ വിവരം കിട്ടിയാൽ ഞാനാണ്. ഞാൻ അപ്പം തന്നെ ഈ ആളുകളെ മുഴുവൻ തയ്യാറാക്കി താഴത്തോട്ട് പോകാൻ പറഞ്ഞു. ഇതിൻ്റെ സൂചനകൾ ഞങ്ങൾക്ക് കിട്ടി. ഇതെല്ലാം പറഞ്ഞ് ഞാൻ പക്ഷേ മുകളിലോട്ട് കയറിപ്പോയി. എൻ്റെ കുടുംബത്തെ 14 പേരും താഴത്തോട്ടുണ്ട്, ഞാനും ഭാര്യയും മാത്രമാണ് മുകളിലുള്ളത്. ഞങ്ങളുടെ സംഘങ്ങളിൽ ഒരാൾ ചോദിച്ചു, ഇത് കേട്ട് വികാരപരമായി പറഞ്ഞത് കേട്ടിട്ട് ഞങ്ങളുടെ സംഘങ്ങളിൽ ഒരാൾ ചോദിച്ചു, അപ്പോൾ ഈ ഉരുള് പൊട്ടിയപ്പോൾ ചേരൻ പേടിച്ചില്ലേ എന്ന് ചോദിച്ചു. ഞാൻ അത്ഭുതപ്പെട്ടു. ആ മനുഷ്യൻ ഞങ്ങളുടെ കൈ പിടിച്ചിട്ട് പറയാണ്, സാറേ പേടിച്ചാൽ ജീവിക്കാൻ പറ്റുമോ?
നമ്മൾ പേടിയില്ലാതെ ഇതിനെ നേരിടണം. യഥാർത്ഥത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന രക്ഷാപ്രവർത്തനത്തിൽ ഇവിടെ നിൽക്കുന്ന മുഴുവൻ മനുഷ്യനും, യഥാർത്ഥത്തിൽ ഒരു കേരളത്തിൻ്റെ പരിച്ഛേദം ഇവിടെയുണ്ട്. ആ മുഴുവൻ മനുഷ്യനും ഈ പ്രയാസങ്ങളുടെ നടുവിൽ മൃതശരീരങ്ങളെ കവച്ചു വെച്ച് മുന്നോട്ട് പോകുമ്പോഴും ഇത് കേരളമാണ്, ഒറ്റപ്പെട്ട മുഴുവൻ മനുഷ്യനെയും ചേർത്തു പിടിക്കും എന്തു സംഭവിച്ചാലും എന്ന ദൃഢനിശ്ചയം എടുക്കുന്നത് കൊണ്ടാണ് ഇത്ര ഗംഭീരമായിട്ട് ഈ ദൗത്യം മുന്നോട്ട് പോകുന്നത്. കൃത്യമായ പ്ലാനിങ്, പഴുതടച്ച പ്ലാനിങ്, ഓരോ ദിവസവും വൈകുന്നേരം ഫോഴ്സിൻ്റെ മുഴുവൻ പ്രതിനിധികളുമായിട്ടുള്ള ഡിസ്കഷൻ, മുഴുവൻ ഔദ്യോഗിക സർക്കാർ സംവിധാനങ്ങളുമായിട്ടുള്ള ഡിസ്കഷൻ, ആവശ്യമായ വിധത്തിൽ പൊതുപ്രവർത്തകരുടെ ഏകീകരണം, ആവശ്യമായതിൽ കൂടുതൽ ഉപകരണങ്ങളുടെ നിക്ഷേപം, ഓരോ ക്യാമ്പുകളുടെയും ചുമതല ഏറ്റെടുത്ത് പ്രവർത്തിക്കാൻ പ്രവർത്തന നിരതമായിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരുടെ നീണ്ട നിര. സത്യത്തിൽ ശരത്ത് ഇവിടെ വന്നാൽ കാണുന്ന ഏറ്റവും സന്തോഷകരമായൊരു കാര്യം, യുവത്വം പഴയതുപോലെ അത്ര പ്രസരിപ്പില്ല, രംഗത്തിറങ്ങുന്നില്ല, അവർ DJകളുടെ പിന്നാലെ പോകുന്നു, ഇങ്ങനെയൊക്കെ പറയുന്ന പുതിയ കുറേ അഭിപ്രായ പ്രകടനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇവിടെ വന്നാൽ നിങ്ങൾക്ക് കാണാം യഥാർത്ഥ ചെറുപ്പത്തെ, യഥാർത്ഥ യുവത്വത്തെ നിങ്ങൾക്ക് കാണാം. അവർ 24 മണിക്കൂറും അതിനിടയിലാണ്. ഈ 2 ദിവസങ്ങളിൽ ഞങ്ങൾ അനുഭവിച്ച വേദന 176 ബോഡി പാർട്സും 44 മൃതശരീരങ്ങളും ഇന്നലെയും ഇന്നും ഒക്കെയായി മറവ് ചെയ്യുകയായിരുന്നു. 176 ബോഡി പാർട്സും 44 മൃതശരീരങ്ങളും. അത് ആരുടെയെന്ന് തിരിച്ചറിയാത്ത മിനിസ്റ്റർ, അവിടെ ഒരു വാചകം പറയാതെ പോകാനാവില്ല എന്നുള്ളത് കൊണ്ടാണ് നിങ്ങളടക്കമുള്ള മന്ത്രിമാരോട്, ഇവിടുത്തെ ഉദ്യോഗസ്ഥരോട്, സന്നദ്ധ പ്രവർത്തകരോട്, അവിടുത്തെ മുഴുവൻ സംവിധാനങ്ങളോടും ഈ നാടിനുള്ള ബഹുമാനം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ കണ്ടതാണ് ഗംഗയിലൂടെ മൃതദേഹങ്ങൾ ഒഴുകിപ്പോകുന്നത്. ഒരു കുഴി വെട്ടി അതിനകത്ത് മൃതദേഹങ്ങളെല്ലാം കൊണ്ടിട്ട് മൂടുന്നത് ഈ രാജ്യത്ത് നമ്മുടെ മനസ്സിൽ നിന്ന് മായാൻ സമയമായിട്ടില്ലാത്ത നമ്മുടെ വേദനിപ്പിക്കുന്ന ഓർമ്മകളാണ്. ഇതുപോലുള്ള ദുരന്തങ്ങളിൽ അങ്ങനെ കണ്ടിട്ടുള്ള നാട്ടിൽ ഒരു ശരീരഭാഗത്തെ ഒരു മൃതദേഹമായി കരുതി അതിന് ഒരു വ്യക്തിയോട് കാട്ടേണ്ട എല്ലാ ആദരവോടെയും ഔദ്യോഗിക ബഹുമതികൾ കൊടുത്തും അതിനായി ഒരു കുഴി വെട്ടിയും അവിടെ സർവ്വമത പ്രാർത്ഥനയും നടത്തി ആ രീതിയിൽ കാട്ടുന്ന ഒരു ആദരവുണ്ടല്ലോ, സത്യത്തിൽ അതിനൊരു സംവിധാനമൊരുക്കി. അത് പറഞ്ഞു പോകുമ്പോൾ ഹാരിസൺ പ്ലാന്റേഷനിലാണ് ഈ കുഴി വെട്ടിയതെന്ന് പലരും പറയുന്നത് കേട്ടു. പക്ഷേ അതെങ്ങനെ സംഭവിക്കുന്നതാണ്? 64 സെൻറ്റ് ഭൂമി അതിവേഗത്തിൽ ഏറ്റെടുത്ത് അവിടെ ക്രമീകരിച്ചു. അതും പോരാഞ്ഞിട്ടൊരു 50 സെൻറ്റ് രാത്രിക്ക് രാത്രി ഏറ്റെടുത്ത് ഇന്നും നടക്കുന്നു. അപ്പോൾ ഇങ്ങനെ ചെയ്തതുകൊണ്ടാണ് ഞാൻ മുമ്പ് പറഞ്ഞത് നിങ്ങളോടൊക്കെ ഒരു സ്നേഹവും വലിയ ബഹുമാനവും നാടിന് തോന്നുന്നത്. ശരത്ത്, ഇന്നലെ ഞങ്ങൾ അവസാനിപ്പിച്ച് പോകുമ്പോൾ 12 മണിയാണ്. അതിലല്ല പ്രശ്നം. ഈ ബോഡി ഓരോ കുഴിയുമെടുത്ത് ബോഡി പാർട്സ് എല്ലാ മര്യാദകളോടും എല്ലാ സർവ്വമത പ്രാർത്ഥനകളോടും ആദരവോടും കൂടി കൊണ്ടുപോയി വെച്ചു എന്ന് മാത്രമല്ല, ഓരോ കുഴിക്കും ഓരോ ഉദ്യോഗസ്ഥനും സന്നദ്ധ പ്രവർത്തകരും ചുമതലക്കാരായി എന്ന് മാത്രമല്ല, ഈ കുഴിയിലേക്ക് വെക്കുമ്പോൾ DNA ടെസ്റ്റ് നടത്തിയതിൻ്റെ ഒരു നമ്പർ ആ ബോഡിയോട് ചേർത്ത് വയ്ക്കും. ആ ബോഡി കുഴിയിലേക്ക് ഇറക്കി വയ്ക്കുമ്പോൾ ആ ബോഡിയിൽ നിന്ന് നമ്പർ പോകാതിരിക്കാൻ ഒരിക്കലും ദ്രവിക്കാത്ത പ്ലാസ്റ്റിക് കവറിൽ നമ്പറിട്ട്, പ്ലാസ്റ്റിക് കുപ്പിയിൽ നമ്പറിട്ട് അവിടെ വയ്ക്കും. വീണ്ടും സകല വിശ്വാസത്തോടും കൂടി ആ കുഴി മൂടിയാൽ അതിന് പുറത്തൊരു പോസ്റ്റ് സ്ഥാപിച്ച് ആ DNA ക്രമനമ്പർ അവിടെയും രേഖപ്പെടുത്തും. എന്തിനു വേണ്ടിയാണിത്? ഇവരുടെയൊക്കെ രക്തസാമ്പിളുകൾ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ക്യാമ്പിൽ പോയവരെ, ബന്ധുക്കൾ നഷ്ടപ്പെട്ടവരെ. കുറച്ചുകൂടി കഴിഞ്ഞായിരിക്കും ഒരു പക്ഷേ അറിയുക, എൻ്റെ അച്ഛനാണ് മരണപ്പെട്ടത്, എൻ്റെ അച്ഛൻ്റെ കൈയാണ്, കാലാണ്, അവയവമാണ് പോയത്, അമ്മയുടെ അവയവമാണ് പോയത്. അങ്ങനെ തോന്നുമ്പോൾ അയാൾക്ക് വരുമ്പോൾ ചൂണ്ടിക്കാണിക്കാൻ ആ സ്ഥലമുണ്ടാകണം. അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന നടത്താൻ, വേണമെങ്കിൽ ഒന്ന് ഉറക്കെ പൊട്ടിക്കരയാൻ അവർക്ക് ഒരു സ്ഥലം നമുക്ക് ചൂണ്ടിക്കാണിച്ചു കൊടുക്കണം. അത് കൃത്യതയോടെ നമ്മൾ കാത്തു വച്ചിരിക്കുകയാണ്. അങ്ങനെ വരുന്നൊരു സഹോദരന്, സഹോദരിക്ക് എൻ്റെ അച്ഛൻ്റെ മൃതശരീരം, അമ്മയുടെ ശരീരം, മകൻ്റെ ശരീരം, മകളുടെ ശരീരം, സഹോദരൻ്റെ ശരീരം, സഹോദരിയുടെ ശരീരം ഞാനുണ്ടായിരുന്നെങ്കിൽ എത്ര പുണ്യതയോടുകൂടി സംസ്കരിക്കുമായിരുന്നു എന്ന പ്രയാസമുണ്ടാകാത്ത വിധം അത്രയും അവർ തന്നെ നേരിട്ട് വന്നതുപോലെ ഇന്നലെ അവിടെ അണിചേർന്ന 100 കണക്കിന് ആളുകളുടെ ആരുമല്ല അവർ, കണ്ടിട്ട് പോലുമില്ല, എന്താണ് കൊണ്ടുപോയി വെക്കുന്നതെന്നറിയില്ല. എങ്കിലും 2 കൈകളിൽ അത് കൊണ്ടുപോയി അത് സ്വന്തപ്പെട്ടവരുടെ മൃതശരീരമാണെന്ന് തിരിച്ചറിവോടെ വയ്ക്കാൻ അവരോട് ആവശ്യപ്പെട്ടപ്പോൾ ഇന്നലെയൊക്കെ കുത്തിയൊലിക്കുന്ന മഴയുടെ നടുവിൽ ടർപ്പാള പലർ ചേർന്ന് പിടിച്ച്, അങ്ങനെ പിടിച്ചവരിൽ ഇന്നലെ വരെ കണ്ടാൽ മിണ്ടാത്ത യുവജന സംഘടനാംഗങ്ങളുണ്ടായിരുന്നു. പരസ്പരം അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായിരുന്നു. പക്ഷെ ഒന്നും നോക്കിയില്ല. അതാണ് കേരളത്തിൻ്റെ പ്രത്യേകത. ഞങ്ങളിവിടെ ഇപ്പോൾ നേരത്തെ പറഞ്ഞല്ലോ, ഗവൺമെൻറ്റിന് വേണ്ടി,
ഞങ്ങൾ ഉന്നയിക്കുന്ന ഗവൺമെൻറ് എന്ന സങ്കല്പം 3.5 കോടി മലയാളികളുടേതാണ്. അത് 99 അംഗ ഭരണപക്ഷത്തിൻ്റെയോ 41 അംഗ പ്രതിപക്ഷത്തിൻ്റെയോ അല്ല, 3.5 കോടി മൂക്ക് താഴോട്ട് നീണ്ട മലയാളിയുടെ പൊതുപ്രതീകമായി ഗവൺമെൻറ് ഞങ്ങളെല്ലാവരും ഞങ്ങളെ ഏൽപ്പിച്ച ചുമതലകൾ എന്ന നിലയിൽ നിർവഹിക്കുകയാണ്. അതിലൊരു പ്രത്യേകതയൊന്നുമില്ല. ഞങ്ങൾ ഈ പണി ചെയ്യാൻ ഇപ്പോൾ ഏൽപ്പിച്ചു. പക്ഷേ ഉദ്യോഗസ്ഥന്മാർ, ചെറുപ്പക്കാർ, സന്നദ്ധ പ്രവർത്തകർ, അവരുടെയൊക്കെ വലിയ ഇടപെടലുണ്ട്. ഇപ്പോൾ നമ്മുടെ കൺട്രോൾ റൂമിൻ്റെ മുമ്പിൽ ഒരു ഇക്കയുണ്ട്. അദ്ദേഹം ഈ മരണത്തിൻ്റെ ആദ്യ ബെല്ല് കേട്ടത് മുതൽ അദ്ദേഹത്തിന് ചെയ്യാവുന്നത് അദ്ദേഹം നിൽക്കുന്ന കടയ്ക്ക് താഴെയുള്ള വീട്ടിൽ നിന്ന് എപ്പോഴും ചായ ഉണ്ടാക്കി, ആദ്യം ഒരു ഫ്ലാസ്കിലായിരുന്നു, ഇപ്പോൾ വലിയ കെറ്റിലൊക്കെ ആക്കിയിട്ടുണ്ട്. എപ്പോഴും അത് കൊണ്ടുവന്ന് വരുന്നവരെ മുഴുവൻ വിളിച്ചിരുത്തി കൊടുത്തു വിടുക അദ്ദേഹത്തിന് നിർവഹിക്കാൻ കഴിയുന്ന ഡ്യൂട്ടി അതാണ്. ഈ പ്രവർത്തനത്തിൽ, ഈ രക്ഷാപ്രവർത്തനത്തിൽ അദ്ദേഹത്തിൻ്റെ ദൗത്യം അതാണ്. അദ്ദേഹം ആ ദൗത്യം നിർവഹിക്കുകയാണ്. ആരും ആരോടും ചുമതലപ്പെടുത്താതെ ഇവരെല്ലാം അവരവരുടെ ദൗത്യങ്ങളിൽ പങ്കാളിയാകുന്നു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നയിക്കുന്ന ഒരു മിഷൻ, കേരളം ഉയർത്തിപ്പിടിക്കുന്ന ഒരു മിഷൻ, അതിൽ അവരവരുടെ ഭാഗം കൃത്യമായി നിർവഹിക്കുന്നു. ഇതാണ് നമ്മുടെ ഒരു തരത്തിലും വരിതെറ്റാത്ത, ഒരു ഗ്യാപ്പുമില്ലാത്ത വിധത്തിലുള്ള ദുരന്ത നിവാരണ രംഗത്തെ പൊതുവായ നമ്മുടെ സാന്നിധ്യം. ഇന്ന് എയർലിഫ്റ്റിംഗ് ഒക്കെ ആയി ഏറ്റവും വർസ്റ്റ് ആയിട്ടുള്ള പ്രദേശങ്ങളിൽ വരെ നമ്മുടെ തെരച്ചിൽ ചെന്നു അല്ലേ മിനിസ്റ്റർ? ഏറ്റവും വേസ്റ്റ് ആയിട്ടുള്ള, നമുക്ക് ഒരു കാരണവശാലും നടന്നു ചെല്ലാൻ പറ്റാത്തിടത്ത് എയർലിഫ്റ്റിംഗ് നടത്തി ഇന്നത്തെ പരിപാടി അവസാനിപ്പിക്കുമ്പോൾ നാളെ അത് തുടരുകയാണ്. നാളത്തെ പ്രത്യേകത, ഞാനിപ്പോൾ ആദ്യമായിട്ടാണ് യോഗം നടക്കുന്നതിനിടയിൽ കിട്ടിയ വിവരമായതുകൊണ്ട്, നാളത്തെ പ്രത്യേകത ഈ സംഘത്തിനോടൊപ്പം ഇപ്പോൾ 2 ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർ, 4 SOGക്കാർ, 4 ആർമിക്കാർ, ഇത്രയാണ് ഹെലികോപ്റ്ററിൽ ഇന്ന് പോയവരുടെ ടീമിലുള്ളത്. നാളെ ഈ ടീം പോകുമ്പോൾ കടാവർ ഡോഗ്സിനെ കൂടി കൊണ്ടുപോകാൻ നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട്. ഹെലികോപ്റ്ററിൽ കടാവർ ഡോഗ്സിനെ കൂടി നാളത്തെ തിരച്ചിൽ പങ്കാളിയാക്കും. അവരുടെ കൂടി സാന്നിധ്യത്തിലായിരിക്കും. പ്രയാസകരമായ ഏതാണ്ട് 15 കിലോമീറ്റർ ദൂരത്തിൽ ഏതാണ്ട് 5 കിലോമീറ്റർ ദൂരത്തെ പരിശോധന ഇരു കരകളിലായി ഈ സംഘം നിർവഹിച്ചു. നാളെ അത് തുടരും. നാളെ തീർക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു. തീർത്തില്ലെങ്കിൽ മറ്റന്നാളാണെങ്കിലും ആ പ്രദേശം പൂർണ്ണമായി ചാലിയാറിൻ്റെ ഇരു കരകളിൽ ഇനി നമ്മൾ കണ്ണാതെ പോയി എന്ന് വിചാരിക്കുന്ന മുഴുവൻ സ്ഥലങ്ങളും നാളെ നമ്മളെടുക്കും. നാളെ ഒരു ലോക്കൽ ലെവൽ അസസ്മെൻറ്റ്, നിലവിൽ ഈ പ്രവർത്തനം നടത്തിയ ഫോഴ്സും അതോടൊപ്പം തന്നെ മറ്റു ഉദ്യോഗസ്ഥന്മാരുമെല്ലാം ചേർന്ന് നാട്ടിലെ ജനങ്ങളെ കൂടി പങ്കെടുപ്പിച്ചുകൊണ്ട്, ക്യാമ്പിലെ അംഗങ്ങളെ കൂടി പങ്കെടുപ്പിച്ചുകൊണ്ട് നാളെ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു അസസ്മെൻറ്റ് കൂടി നാളെ രാവിലെ 7:30 മണി മുതൽ ആരംഭിക്കും. ഏതെങ്കിലും പ്രദേശം വിട്ടുപോയിട്ടുണ്ടോ, ക്യാമ്പിലുള്ളവർ, പ്രാദേശിക ആളുകൾ, അവർക്ക് കൂടി ഇത് ഇന്ന സ്ഥലങ്ങളിൽ കണ്ടില്ല എന്നവർക്ക് തോന്നുന്നുണ്ടെങ്കിൽ ലൈവായി അപ്പോൾ തന്നെ പറഞ്ഞാൽ അവിടെ കൂടി ഒന്നുകൂടി ശ്രദ്ധിക്കും. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഒരു പ്രത്യേക പ്രോട്ടോക്കോൾ അനുസരിച്ച്, ഒരു പ്രത്യേക മെത്തേഡ് അനുസരിച്ച് കുറച്ചുകൂടി സമഗ്രമായിട്ടുള്ള ഒരു ആത്മപരിശോധനയാണ്. 6 സോണുകളിൽ തന്നെയായിരിക്കും ആ പരിശോധന നടത്താൻ വേണ്ടി പോകുന്നത്. നാളെ നമ്മുടെ കിണറുകളിലെ പരിശോധന കൂടി, ഇതിൻ്റെ ഭാഗമായി ചുറ്റുവട്ടത്തുള്ള കിണറുകളിലെ പരിശോധന കൂടി നാളെ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകും. ആ വിധത്തിൽ പഴുതടച്ചിട്ടുള്ള തെരച്ചിൽ സംവിധാനങ്ങൾ തന്നെ നാളെയും തുടരും എന്ന വിധത്തിലാണ് തയ്യാറാക്കിയിട്ടുള്ളത്. വിദ്യാഭ്യാസ വകുപ്പുമായി ബന്ധപ്പെട്ട് നല്ല ഇടപെടൽ ഇന്ന് ബഹുമാനപ്പെട്ട ശിവൻകുട്ടി മിനിസ്റ്ററുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചു. നമുക്ക് ഈ ക്യാമ്പുകളിപ്പോൾ സ്കൂളുകളിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. സ്കൂളുകളിലെ ക്യാമ്പുകളിൽ നിന്ന് താൽക്കാലികമായ ആളുകളെ വാടക വീടുകളിലേക്ക് മാറ്റേണ്ടതിനെ സംബന്ധിച്ചിട്ടുള്ള വിവരങ്ങൾ ഇപ്പോൾ ശേഖരിച്ചു വരികയാണ്. ആ പ്രവർത്തനവും നാളെ സജീവമായി നടക്കും. അത്തരം വിധത്തിലാണ് നമ്മൾ ഈ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. താങ്ക് യു മിനിസ്റ്റർ. ഞങ്ങളോട് ഈ തിരക്കുകൾക്കിടയിൽ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ പങ്കുവെച്ചുകൊണ്ട് എത്തിയതിന് ഇപ്പോൾ മന്ത്രി MP രാജേഷ് കൂടി നമ്മൾക്കൊപ്പം ചേരുന്നുണ്ട്. മിനിസ്റ്റർ, ഇപ്പോൾ ശ്രീ K രാജനാണ് സംസാരിച്ചത്, റവന്യൂ മന്ത്രിയാണ് അവിടെ നിന്ന് സംസാരിച്ചത്. കഴിഞ്ഞ ദിവസം താങ്കളും വയനാട്ടിലെ ആ ദുരന്ത ഭൂമിയിലൊക്കെ പോയിരുന്നു. തദ്ദേശഭരണ സ്ഥാപനങ്ങൾ വലിയ തോതിലുള്ള മികവാർന്ന ഒരു ഏകോപനം വളരെ ശക്തമായി നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. എല്ലാ സംവിധാനങ്ങളും ഒന്നിച്ച് ഒരു മനസ്സോടെ നിന്ന് പ്രവർത്തിക്കുകയാണ്. അതിൽ നിന്ന് കിട്ടുന്ന അഭിമാനകരമായൊരു മുന്നേറ്റമുണ്ട്. ഒരു വലിയ ദുരന്തം നമ്മളെ തകർക്കുമ്പോഴും ആ തകർച്ചയ്ക്കും അപ്പുറം നമ്മൾക്ക് മുന്നേറാൻ കഴിയും, നമ്മൾക്കതിനെ പിടിച്ചു നിൽക്കാനാകും, പ്രതിരോധിക്കാനാകും. ജീവിക്കുന്ന മനുഷ്യന്, നഷ്ടങ്ങൾ സംഭവിച്ച മനുഷ്യരെ തിരിച്ച് അർത്ഥവത്തായ ഒരു ജീവിതത്തിലേക്ക് നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ കഴിയുന്നൊരു ആത്മവിശ്വാസം ഇന്ന് ഈ നാടിനുണ്ട്. അപ്പോഴാണ് ദില്ലിയിൽ വേറെ എന്തെല്ലാമോ നടക്കുന്നുണ്ട്. ഈ നാടിനെ ആക്ഷേപിക്കാൻ അതിനു വേണ്ടിയിട്ടുള്ളൊരു പ്രത്യേകതരം ലോബിയിങ് നടക്കുക, ഇതും ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്. ഈ ഒരു പൊതു അന്തരീക്ഷം നമ്മുടെ മുമ്പിലുണ്ട് എന്നതാണ് ഞാൻ മന്ത്രിയുടെ മുമ്പാകെ വെക്കുന്നൊരു കാര്യം.
അതെ, അത് അവിടെ ഇപ്പോഴും തെരച്ചിൽ നടക്കുകയാണ്. തെരച്ചിൽ മൃതശരീരങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള തെരച്ചിൽ നടക്കുന്നു. ഒരാളെയും ഈ ദുരന്തത്തിന് ഇരയായിട്ടുള്ള ഒരാളെയും മരിച്ചവരാണെങ്കിൽ പോലും ഉപേക്ഷിക്കില്ല എന്ന് ഒരു നാട്, ഒരു ഭരണകൂടം, ഒരു സമൂഹമാകെ പ്രഖ്യാപിക്കുകയും ആ കരുതലോടുകൂടി തെരച്ചിൽ അവിടെ നടക്കുകയും ചെയ്യുന്നു. ആയിരക്കണക്കിന് ആളുകൾ ഇപ്പോഴും ക്യാമ്പിൽ അവിടെ കഴിയുന്നു. എല്ലാം നഷ്ടപ്പെട്ട, ജീവിതത്തിലെ സർവ്വസമ്പാദ്യങ്ങളും ഉറ്റവരെയും ഉടയവരെയും ഒക്കെ നഷ്ടപ്പെട്ട ആയിരക്കണക്കിന് ആളുകൾ കഴിയുന്നു. അപ്പോൾ സമാനതകളില്ലാത്ത ഒരു അതിജീവന ശ്രമം കേരളം ഒറ്റക്കെട്ടായിട്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ഭേദവുമില്ലാതെ, ഒരു അഭിപ്രായ വ്യത്യാസങ്ങളുമില്ലാതെ ഒറ്റക്കെട്ടായിട്ട് കേരളം നടത്തുകയാണ്. ഇത് ഒരുപക്ഷെ ലോകത്ത് മറ്റൊരു സമൂഹത്തിലും കാണാത്ത തരത്തിലുള്ള കൂട്ടായ അതിജീവനത്തിൻ്റെ മഹത്തായൊരു മാതൃകയാണ്. അതിവിടെ നടക്കുമ്പോഴാണ്, ഈ തെരച്ചിൽ ഇപ്പോഴും ഇവിടെ നടക്കുമ്പോഴാണ്, മരിച്ചവരെ തേടിയിട്ടുള്ള അന്വേഷണം ഇപ്പോഴും നടക്കുമ്പോഴാണ് ഇതിനെല്ലാം നമ്മളെ സഹായിക്കുകയും പിന്തുണയ്ക്കുകയും ചെയ്യേണ്ട ഒരു കൂട്ടർ, കേന്ദ്ര ഗവൺമെൻറ്, കേരളത്തിനെതിരായിട്ടുള്ളൊരു ഗൂഢാലോചനയിൽ ഏർപ്പെടുന്നത്. അതാണ് മിനിസ്റ്റർ ഇന്നിപ്പോൾ ന്യൂസ് മിനിറ്റിന്റെ പവർ ട്രിപ്പ് എന്ന പൊളിറ്റിക്കൽ ന്യൂസ് ലെറ്ററിലൂടെ പുറത്തു വന്നത്. അത് ശ്രദ്ധയിൽപ്പെട്ടിരുന്നല്ലോ അല്ലേ? ഞാൻ പറഞ്ഞത് പറഞ്ഞു. അതാണ് ഞാൻ പറഞ്ഞത്. അതിനെക്കുറിച്ച് തന്നെയാണ് ഞാൻ പറയുന്നത്. അത് അക്ഷരാർത്ഥത്തിൽ ഞെട്ടിക്കുന്നതല്ലേ. ന്യൂസ് മിനിറ്റിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നിട്ടുള്ള വാർത്ത ഞെട്ടലുളവാക്കുന്ന വാർത്തയാണ്. അതായത് നമ്മളെ സഹായിക്കേണ്ട ആളുകൾ, അവർക്കിതിലൊന്നുമല്ല ശ്രദ്ധ. വനം പരിസ്ഥിതി മന്ത്രാലയം നേരിട്ട് ശാസ്ത്രജ്ഞരെ അതുപോലെ തന്നെ വിദഗ്ധരെ ഒക്കെ വിലക്കെടുക്കാൻ ശ്രമിച്ചു എന്നാണ് വാർത്ത വന്നിട്ടുള്ളത്. പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ വഴി കേരളത്തിനെതിരെ ലേഖനം എഴുതാൻ ആളുകളെ അന്വേഷിച്ച് നടക്കുകയാണ് അവർ. അവർക്കാവശ്യമായിട്ടുള്ള വ്യാജ വിവരങ്ങളുടെ ഡോസിയർ ലഭ്യമാക്കുകയാണ് കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം ചെയ്യുന്നത്. ഒരു ഗവൺമെൻറ്റാണിത് ചെയ്യുന്നതെന്ന് ഓർക്കണം. എന്താണ് ഇവർക്ക് ചെയ്യാൻ പാടില്ലാത്തതായിട്ടുള്ളത്? അവർ പ്ലാൻ ചെയ്യുകയാണ്, തെറ്റായ ഇൻഫർമേഷൻ പ്ലാൻ ചെയ്യുന്നു, തെറ്റായ ഒരു ആഖ്യാനം കേരളത്തിനെതിരെ സൃഷ്ടിക്കാൻ ഈ ദുരന്തത്തെ ഉപയോഗിക്കുന്നു. ഒരു ദുരന്തത്തെ പോലും രാഷ്ട്രീയ ലാഭത്തിന് ഉപയോഗിക്കുക എന്ന് പറഞ്ഞാൽ കണ്ണിൽ ചോരയില്ലാത്തൊരു കൂട്ടരല്ലേ ഇവർ. എന്നിട്ട് ആരെയും കിട്ടാതെ വന്നപ്പോൾ എല്ലാ വിദഗ്ധരും ശാസ്ത്രജ്ഞന്മാരും പറഞ്ഞു, കേന്ദ്രം പറയുന്നതിന് ഒരു ശാസ്ത്രീയ അടിത്തറയുമില്ല, ഒരാധികാരികതയുമില്ല. നിങ്ങളുടെ കയ്യിൽ ആധികാരികമായ ശാസ്ത്രീയമായ വിവരങ്ങളുണ്ടെങ്കിൽ ഗവൺമെൻറ് ഇത് പുറത്തുവിടൂ. അതിനു പകരം ഇത്തരത്തിലുള്ള നിഴൽ യുദ്ധത്തിൽ ഏർപ്പെടുകയല്ല ചെയ്യേണ്ടത് എന്ന് ശാസ്ത്രജ്ഞന്മാർ പറഞ്ഞു. അവർ അതിന് കൂട്ടാക്കിയില്ല. അപ്പോൾ ഭൂപേന്ദ്ര യാദവ് എന്ന മന്ത്രി തന്നെ വിദഗ്ധൻ്റെ വേഷം കെട്ടി രംഗത്ത് വന്നിരിക്കുകയാണ്, വേറെ ആരെയും കിട്ടാതെ വന്നപ്പോൾ. ഒരു ഗതികേട് ഓർത്ത് നോക്കണം. അപ്പോൾ ഇതാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ബി ജെ പിക്ക് മാത്രം ചെയ്യാൻ പറ്റുന്ന കാര്യം, ബി ജെ പിയിൽ നിന്ന് മാത്രമേ ഇത് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റൂ. ഒരു നേരും നിറയുമില്ലാത്തൊരു രാഷ്ട്രീയത്തിൻ്റെ ഉടമകൾക്ക് മാത്രമേ ഇങ്ങനെ പെരുമാറാൻ കഴിയൂ. നമ്മൾ എന്തെല്ലാം ദുരന്തത്തെ അതിജീവിച്ചിട്ടുണ്ട്. ഇപ്പോൾ വയനാട് ദുരന്തത്തെയും നമ്മൾ കൂട്ടായി അതിജീവിക്കുകയാണ്. ഈ ദുരന്തത്തെയും നമ്മൾ അതിജീവിക്കും. ഈ അങ്ങേയറ്റം അധാർമികമായ രാഷ്ട്രീയം സൃഷ്ടിക്കുന്ന ദുരന്തത്തെയും നമ്മൾ അതിജീവിക്കും. റൈറ്റ്. നന്ദി മിനിസ്റ്റർ ശ്രീ എം പി രാജേഷ് ഞങ്ങളോട് ഇതേക്കുറിച്ച് വളരെ വളരെ പ്രശ്നം നിറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയത്തെക്കുറിച്ച് കൂടി പ്രതികരിക്കാൻ നേരിട്ട് സമയം തന്നതിനും പങ്കെടുത്തതിനും നന്ദി. നേരത്തെ മന്ത്രി ശ്രീ രാജൻ, അതുപോലെ തന്നെ ഇപ്പോൾ മന്ത്രി ശ്രീ എം പി രാജേഷ് എന്നിവരാണ് സംസാരിച്ചത്. ഞാൻ നിഷാദിലേക്ക് കൂടി എത്തി ഈ ചർച്ച നമുക്കിവിടെ അവസാനിപ്പിക്കേണ്ട ഒരു സമയമാവുകയാണ്. നിഷാദ്, നേരത്തെ ആ വയനാട്ടിലെ ദുരന്ത ഭൂമിയിൽ നിന്ന് ഇതാകെയും ഏകോപിപ്പിച്ചുകൊണ്ട് മന്ത്രി കെ രാജൻ പറഞ്ഞ വാക്കുകളുണ്ട്. അത് ഒരു നാട്, ആ നാട്ടിലെ മനുഷ്യർ എന്ന നിലയിൽ നമുക്ക് തരുന്ന ഒരു ആത്മവിശ്വാസം എത്രമാത്രം. അത് കേട്ടിരുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ താങ്കളുടെ ഒരു കമൻറ്റ് കൂടി കേട്ടുകൊണ്ട് നമുക്കിത് അവസാനിപ്പിക്കാം. ഒന്ന് ചുരുക്കി. തീർച്ചയായിട്ടും ഈ സർക്കാർ സംവിധാനങ്ങൾ മുഴുവൻ തന്നെ എണ്ണൊറ്റ യന്ത്രം പോലെ പ്രവർത്തിച്ചുകൊണ്ടും ഇതിനകത്ത് സന്നദ്ധ പ്രവർത്തകരെ ഓരോരുത്തരെയും ഞാൻ അഭിനന്ദിക്കുകയാണ്. കാരണം അവർ നമ്മുടെ സൈന്യം തന്നെയാണ്. ഇത്തവണ സർക്കാർ എടുത്ത ഏറ്റവും വലിയ ഒരു കാര്യം ഡിസാസ്റ്റർ ടൂറിസം എന്നും പറഞ്ഞിറങ്ങുന്ന ഒരൊറ്റയാളിനെ അവിടെ അടുപ്പിച്ചിട്ടില്ല എന്നുള്ളതാണ്. അതൊരു വലിയ കാര്യം തന്നെയാണ്. അതിനാണ് സിവിൽ സെൻസ് വേണമെന്ന് ഞാൻ ആദ്യം തന്നെ പറഞ്ഞത്. ഇപ്പോൾ മന്ത്രി രാജനും അതുപോലെ തന്നെ ശ്രീ രാജൻ്റെയൊക്കെ പ്രതികരണം ഞാൻ കേൾക്കുകയാണ്. ഒരു റോബോട്ടിനെ പോലെ പെരുമാറി ഞങ്ങൾ ചെയ്യുകയാണ്. കാര്യം ഉള്ളിലേക്ക് എടുത്തു കഴിഞ്ഞാൽ തകർന്നു പോകുമെന്ന് ഒരു ഇൻ്റർവ്യൂവിൽ മന്ത്രി ശ്രീ കെ രാജൻ പറഞ്ഞത് ഞാൻ കണ്ടു. തീർച്ചയായിട്ടും ഒരു വല്ലാത്തൊരു മാനസികാവസ്ഥയാണ് ഇത്. ഈ നാടിനെ നമ്മൾ ചേർത്ത് പിടിക്കണം.
നമ്മുടെ സഹോദരങ്ങളെ നമ്മൾ അതുപോലെ തന്നെ ഏറ്റവും വലിയ കാര്യം എല്ലാ മൃതദേഹങ്ങളും ഒരേ സ്ഥലത്ത് അടക്കം ചെയ്യപ്പെട്ടു. അപ്പോൾ സർക്കാർ ഒരു ജനതയെ എങ്ങനെയാണ്, ഒരു ജനപക്ഷത്ത് നിൽക്കുന്ന സർക്കാർ എങ്ങനെയാണ് ഒരു ജനതയെ പിന്നെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിക്കുന്നു എന്നുള്ളത് ഏറ്റവും ശ്ലാഘനീയമായ കാര്യമാണ്. ഇവിടെ മറ്റ് കള്ള പ്രചരണങ്ങൾക്കെതിരെ ശക്തമായി നമ്മളെല്ലാം നിലനിൽക്കണമെന്നുള്ളതാണ് ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്. വളരെ ദുഃഖകരമായ ഒരു അന്തരീക്ഷം തന്നെയാണ്. തീർച്ചയായിട്ടും ഇത് നമ്മൾ അതിജീവിക്കും. നന്ദി ശ്രീ നിഷാദ്. ഒപ്പം തന്നെ പങ്കെടുത്ത ഡോക്ടർ ജോൺ ബ്രിട്ടാസ് MP, ശ്രീ MB രാജേഷ് മന്ത്രി, അതുപോലെ തന്നെ റവന്യൂ മന്ത്രി ശ്രീ K രാജൻ ഞങ്ങളോട് സഹകരിച്ചതിനും ഈ കാര്യങ്ങളൊക്കെ പങ്കുവച്ചതിനും.